Good morning, Makale. Welcome back to Easy Classes. First of all, thanks for being here in my YouTube channel. Let's start with the last topic of the chapter, Principles of Inheritance. Part 7, Pedigree Analysis and Genetic Disorders. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പെഡിഗ്രി അനാലിസിസ് എന്താണ്, ജനറ്റിക് ഡിസോർഡർ എന്താണ്, ക്രോമസോമൽ ഡിസോർഡേഴ്സ് എന്താണ്, മെൻഡേലിയൻ ഡിസോർഡർ എന്താണ്, ഇവർക്കുള്ള ഈ ഓരോ ഡിസോർഡേഴ്സിനുള്ള എക്സാമ്പിൾസ് എല്ലാം പഠിക്കാനുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, പ്രാക്ടിക്കലിന് വരുന്ന ഒരു ടോപ്പിക്കാണ് പെഡിഗ്രി അനാലിസിസ് എന്നുള്ളത്, CBSEയുടെ പ്രാക്ടിക്കൽ എക്സാമിന്. അപ്പം നമുക്കൊരു പെഡിഗ്രി തന്നാൽ, എന്താ പെഡിഗ്രി എന്ന് നമ്മളിപ്പോൾ പറയും, തന്നാൽ അത് ഏത് ഡിസോർഡറാണ്, ഏത് മെൻഡേലിയൻ ഡിസോർഡറാണ്, ഓട്ടോസോമൽ ഡോമിനൻ്റ് ആണോ, ഓട്ടോസോമൽ റിസസീവ് ആണോ, സെക്സ് ലിങ്ക്ഡ് ഡോമിനൻ്റ് ആണോ, സെക്സ് ലിങ്ക്ഡ് റിസസീവ് ആണോ, ഇത്രയും കാര്യങ്ങൾ പറയണം, അതിൻ്റെ റീസൺസ് എഴുതാൻ അറിയണം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പഠിക്കും. ഇതെല്ലാം പഠിച്ചതിന് ശേഷം നമ്മളൊരു പെഡിഗ്രി മാത്രമായിട്ട് കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ഒരു പ്രത്യേകം ഒരു ക്ലാസ് ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇന്ന് പെഡിഗ്രി അനാലിസിസ് എന്താണ്, എന്തൊക്കെയാണ് ഡിസോർഡേഴ്സ്, മെൻറ്റലിയൻ ഡിസോർഡേഴ്സ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊക്കെ പഠിക്കാം. അത് കഴിഞ്ഞിട്ട് പ്രോബ്ലം സോൾവിങ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് പെഡിഗ്രി അനാലിസിസ്? പെഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ EVSൽ പഠിച്ചിട്ടുണ്ട്. ഒരു ട്രീ തരും, അതിൽ കുറേ നമ്മുടെ പാരൻറ്റിൻ്റെ നമ്മളുടെ ഫോട്ടോ, അതിന് മുകളിൽ നമ്മൾ പാരൻറ്റിൻ്റെ ഫോട്ടോ, പാരൻസിൻ്റെ ഫോട്ടോ, ആ പാരൻസിൻ്റെ ഫോട്ടോ അതിന് മുകളിലായിട്ട്, അങ്ങനെ ഒരു ഫോട്ടോസ് ഒട്ടിച്ച് വരാനായിട്ട്, പേസ്റ്റ് ചെയ്ത് വരാനായിട്ട് നമുക്കൊരു ഹോംവർക്ക് അസൈൻമെൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതുതന്നെയാണ് പെഡിഗ്രി. അപ്പോൾ നമ്മൾ ഈ ജെനറ്റിക്സിൻ്റെ ഒരു ആദ്യ രൂപമായിട്ട് ഫസ്റ്റ് സ്റ്റേജായിട്ട് ചെറിയ ക്ലാസ്സുകളിൽ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് പെഡിഗ്രി എന്ന് പറയുമ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ. എന്താണ് പെഡിഗ്രി എന്ന് പറഞ്ഞാൽ, പെഡിഗ്രി എന്ന് പറയുന്ന ഒരു ഫാമിലി ട്രീ ആണ് അല്ലേ. അപ്പോൾ റെപ്രസെൻറ്റേഷൻ ഓർ ചാർട്ട് ഷോയിങ് ഫാമിലി ഹിസ്റ്ററി. എന്തിൻ്റെ ഹിസ്റ്ററിയാണ് അതിൽ ഷോ ചെയ്യുന്നത്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ പാരൻസ്, അവരുടെ അച്ഛനമ്മ, അവരൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഫിഗർ അല്ലേ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഹിസ്റ്ററി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ജനറ്റിക് ഡിസോർഡേഴ്സ് ഈ ഒരു പെഡിഗ്രിയിലൂടെ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് പെഡിഗ്രി അനാലിസിസ് എന്ന് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പെഡിഗ്രി എന്ന് പറയുന്നത്? റെപ്രസെൻറ്റേഷൻ ഓർ ചാർട്ട് ഷോയിങ് ഫാമിലി ഹിസ്റ്ററി അല്ലേ. ഫാമിലി ഹിസ്റ്ററി സൂചിപ്പിക്കുന്ന ഒരു ചാർട്ടാണ്, അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേഷനാണ് പെഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ജെനറ്റിക്സിലെ പെഡിഗ്രി അല്ലെങ്കിൽ ഫാമിലി ട്രീ എന്ന് ഉദ്ദേശിക്കുന്നത് അനാലിസിസ് ഓഫ് ജെനറ്റിക് ട്രേറ്റ്സ് ഇൻ സെവറൽ ജനറേഷൻ ഓഫ് എ ഫാമിലി ഈസ് കോൾഡ് പെഡിഗ്രി അനാലിസിസ്. ഓക്കെ, ജെനറ്റിക്സിൽ പെഡിഗ്രി അനാലിസിസ് എന്ന് പറഞ്ഞാൽ പെഡിഗ്രി എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ദ റെപ്രസെൻറ്റേഷൻ ഓർ ചാർട്ട് ഷോയിങ് ഫാമിലി ഹിസ്റ്ററി അല്ലേ. ദ റെപ്രസെൻറ്റേഷൻ ഓർ ചാർട്ട് ഷോയിങ് ഫാമിലി ഹിസ്റ്ററിയാണ് പെഡിഗ്രി എങ്കിൽ, പെഡിഗ്രി അനാലിസിസ് ജെനറ്റിക്സിൽ പറയുമ്പോൾ എന്താണ്? അനാലിസിസ് ഓഫ് ജെനറ്റിക് ട്രേറ്റ്സ് ഇൻ സെവറൽ ജനറേഷൻ ഓഫ് എ ഫാമിലി. ഒരു ഫാമിലിയിലെ സെവറൽ കുറേ ജനറേഷൻസിൻ്റെ എന്താണ് ജനറ്റിക് ട്രേറ്റ്സ്, ഒരു പ്രത്യേക ജനിതക സ്വഭാവം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഫാമിലി ട്രീയാണ് പെഡിഗ്രി അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് പെഡിഗ്രി അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി ഹ്യൂമൻ ജെനറ്റിക്സ്, ഇത് നമ്മൾ EVSൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ വരച്ചിട്ടുള്ള ഒരു പെഡിഗ്രിയാണ്. നമ്മളിവിടെ ജെനറ്റിക്സിലെ പെഡിഗ്രി അനാലിസിസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ ദിസ് സിംബൽ ഈ സ്ക്വയർ എന്നുള്ള സിംബൽ റിപ്രസെൻ്റ് ചെയ്യുന്നത് ആരെയാണ്? മെയിലിനെ ആണ്. റൗണ്ട് സിംബൽ, സ്ഫെറിക്കൽ സിംബൽ റിപ്രസെൻ്റ് ചെയ്യുന്നത് ആരെയാണ്? ഫീമെയിലിനെയാണ്. അപ്പോൾ ഇതൊക്കെ ബോൾഡ് ചെയ്ത് റെഡ് കളറിൽ കാണുന്നുണ്ട് അല്ലേ. റെഡ് കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അത് എഫക്റ്റഡ്, ഏത് ജെനറ്റിക് ട്രേറ്റ്സിൻ്റെ പെഡിഗ്രി അനാലിസിസ് ആണോ നമ്മൾ നടത്തുന്നത്, ആ അസുഖമുള്ളവരാണ് എന്നുള്ളതാണ് ഇങ്ങനെ ബോൾഡ് ചെയ്യുന്നത് കൊണ്ട് മെൻഷൻ ചെയ്യുന്നത് റെഡ് കളറിൽ അല്ലേ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയാലും ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് പെഡിഗ്രി? ദ റെപ്രസെൻറ്റേഷൻ ഓർ ചാർട്ട് ഷോയിങ് ദ ഫാമിലി ഹിസ്റ്ററി ഈസ് നോൺ ആസ് പെഡിഗ്രി, ഓർ ഫാമിലി ട്രീ ഈസ് നോൺ ആസ് പെഡിഗ്രി. ദ അനാലിസിസ് ഓഫ് ജെനറ്റിക് ട്രേറ്റ്സ് ഇൻ സെവറൽ ജനറേഷൻസ് ഓഫ് എ ഫാമിലി ഈസ് കോൾഡ് പെഡിഗ്രി അനാലിസിസ്. ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി നമ്മൾക്ക് പെഡിഗ്രി അനാലിസിസ് ചെയ്യുമ്പോൾ കുറച്ച് സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നു പറഞ്ഞു അല്ലേ. ഇതൊരു എക്സാമ്പിൾ ഫോർ പെഡിഗ്രി അനാലിസിസ് ആണ്. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ പെഡിഗ്രി അനാലിസിസ് ആണ്. ഓക്കെ, അപ്പോൾ പെഡിഗ്രി അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സിമ്പിൾസ് യൂസ് ചെയ്യണം. മെയിൽ എന്നുള്ളതിനെ കാണിക്കുന്നതിനുള്ള സിമ്പിളാണ് സ്ക്വയർ. ഓക്കെ, ഫീമെയിൽ ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ സർക്കിൾ.
ആൻഡ് സെക്സ് അൺസ്പെസിഫൈഡ്, ആണാണോ പെണ്ണാണോ എന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റാത്ത സെക്സ് ഉണ്ടെങ്കിൽ ഇൻവേർട്ടഡ് സ്ക്വയർ. ഓക്കെ, നെക്സ്റ്റ് എഫക്റ്റഡ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഈ ആണായാലും പെണ്ണായാലും അൺസ്പെസിഫൈഡ് സെക്സ് ആയാലും അവർ എഫക്റ്റഡ് ആണെന്ന് കാണിക്കാനായിട്ട് റെഡ് കളറിൽ ബോൾഡ് ചെയ്യുക. നമ്മൾ ഉപയോഗിക്കുന്ന പെൻ ഏതാണ്, അത് ബോൾഡ് ചെയ്യുക. വെറും വട്ടം വരയ്ക്കുകയാണെങ്കിൽ നോർമൽ, വട്ടം വരച്ചിട്ട് അത് ബോൾഡ് ചെയ്യുകയാണെങ്കിൽ ഷീ ഈസ് എഫക്റ്റഡ്. ഓക്കെ, എഫക്റ്റഡ് ഇൻഡിവിജ്വലിനെയാണ് നമ്മളിങ്ങനെ ബോൾഡ് ചെയ്ത് കാണിക്കുക. മേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ആണും അല്ലേ ഒരു മെയിലും ഫീമെയിലും തമ്മിൽ മാരേജ് ചെയ്തു മെയ്റ്റ് ചെയ്തു എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ദി സിമ്പിൾ. ഓക്കെ, ഈ സിമ്പിൾ. ഇനി മേറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്തിനാണ് ഒരു മേറ്റിങ്ങിന് നമ്മൾ ഒരു ലൈനെ വരച്ചോളൂ ഇൻ ബിറ്റ്വീൻ ദം അല്ലേ, പക്ഷേ ഇവിടെ 2 ലൈൻ വരയ്ക്കുന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റിലേറ്റീവ്സ് തമ്മിലുള്ള മാരേജാണ്. കോൺസാങ്ക്വിനസ് മേറ്റിംഗ് എന്ന് പറയും. ഓക്കെ, മേറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ് ഓർ കോൺസാങ്ക്വിനസ് മേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 2 ലൈൻ വരയ്ക്കും ഇൻ ബിറ്റ്വീൻ എ മെയിൽ ആൻഡ് ഫീമെയിൽ. ഓക്കെ, ഇനി ഇവരെ മാരി ചെയ്തു, ഇവർക്കുണ്ടാവുന്ന ഓസ്പ്രിങ്സിനെ, യങ് വൺസിനെ, പ്രോജനീസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അതിൽ നിന്ന് ബ്രാഞ്ച് വരച്ചിട്ട് ഇത് ഫസ്റ്റ് ജനറേഷനാണ്, ഇത് സെക്കൻഡ് ജനറേഷനാണ്. ഓക്കെ, ഇനി ഒരു പാരൻറ്റ്, അൺഎഫക്റ്റഡ് ആയിട്ടുള്ള പാരൻറ്റ്, അസുഖമൊന്നുമില്ല, അവർക്ക് ഒരു എഫക്റ്റഡ് ആയിട്ടുള്ള ചൈൽഡ് കിട്ടിയിരുന്നെങ്കിൽ ആ കുട്ടീനെ എന്താക്കി വരയ്ക്കുക, ബോൾഡായിട്ട് വരയ്ക്കുക. ക്ലിയർ ആയല്ലോ? ഇനി കിട്ടിയിരിക്കുന്ന ഓസ്പ്രിങ്സ് 5 പേരും 5 ഓസ്പ്രിങ്സ് ഉണ്ട്, അവർക്ക് ആർക്കും അസുഖമില്ല എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഇൻവേർട്ടഡ് സ്ക്വയർ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ 5 എഴുതാം. ഓക്കെ, ദീസ് ആർ ദി സിമ്പിൾസ് യൂസ്ഡ് ഇൻ പെഡിഗ്രി അനാലിസിസ്. ക്ലിയർ? ഓക്കെ, വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഈ സിമ്പിൾ നല്ല ക്ലിയർ ആയിട്ട് എല്ലാവരും പഠിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനറ്റിക് ഡിസോർഡേഴ്സ് ആണ്. ഓക്കെ, ജനറ്റിക് ഡിസോർഡേഴ്സ് ആർ വെരി 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 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. നമ്മൾ കുറച്ചൊക്കെ അവിടെ ഇവിടെയായിട്ട് പോയിന്റ് മ്യൂട്ടേഷൻ പഠിച്ചപ്പോൾ പിന്നെ നമ്മളുടെ സിക്കിൾ സെൽ അനീമിയ, പ്ലയോട്രോപ്പിസം പഠിച്ചപ്പോൾ അവിടെ ഇവിടെയായിട്ട് ഒരുവിധം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകളാണ് ഇവിടെ വരുന്നത്. ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, സ്പെസിഫൈ ചെയ്ത് പറയും നമ്മളിവിടെ. ഓക്കെ, അപ്പോൾ എന്താണ് ജനറ്റിക് ഡിസോർഡേഴ്സ്? ജനറ്റിക് ഡിസോർഡേഴ്സ് ആർ ദി ഡിസോർഡേഴ്സ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ജീൻസ് ഓർ ക്രോമസോംസ്. എല്ലാവർക്കും അറിയാം, സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. ഇൻസൈഡ് ദി സെൽ ദ ഇമ്പോർട്ടൻറ്റ് സെൽ ഓർഗനൽ ന്യൂക്ലിയസ്. ഇൻസൈഡ് ദി ന്യൂക്ലിയസ് നമ്മളിലാണെങ്കിൽ എല്ലാ സെല്ലിലും എക്സെപ്റ്റ് റിപ്രൊഡക്റ്റീവ് സെൽ, എഗോസ്പേമിൽ ഒഴിച്ച് ബാക്കി എല്ലാ സെല്ലിലും 46 ക്രോമസോം ഉണ്ടായിരിക്കും. ഈ ക്രോമസോമിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് DNA കാണാൻ പറ്റും. DNA ഉള്ളിൽ നമുക്ക് ജീൻ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ക്രോമസോം സെല്ലിൻ്റെ ഉള്ളിൽ, ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ, ക്രോമസോമിൻ്റെ ഉള്ളിൽ, DNA ഉള്ളിലാണ് നമുക്ക് ജീൻ കാണാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ജനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്? ജനറ്റിക് ഡിസോർഡേഴ്സ് ആർ ദി ഡിസോർഡേഴ്സ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ജീൻസ് ഓർ ക്രോമസോം. ജീൻസിലോ ക്രോമസോമിലോ ചേഞ്ചസ് സംഭവിക്കുന്നത് മൂലമുണ്ടാകുന്ന ഡിസോർഡേഴ്സിനെ പറയുന്ന പേരാണ് ജനറ്റിക് ഡിസോർഡേഴ്സ്. അപ്പോൾ എന്താണ് ജനറ്റിക് ഡിസോർഡേഴ്സ്? ജനറ്റിക് ഡിസോർഡേഴ്സ് ആർ ദി ഡിസോർഡേഴ്സ് വിച്ച് ആർ കോസ്ഡ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ജീൻസ് ഓർ ക്രോമസോംസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഈ ജനറ്റിക് ഡിസോർഡേഴ്സിനെ വീണ്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. മെൻഡേലിയൻ ഡിസോർഡേഴ്സ് ആൻഡ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. നമുക്കറിയാം ഫാക്ടർ എന്നുള്ള ടേം അല്ലേ, ഫാക്ടർ മീൻസ് ജീൻ എന്നുള്ള ടേം ആരാണ് കൊണ്ടുവന്നത്? ആരാണ് ഫസ്റ്റ് പറഞ്ഞത്? നമ്മുടെ ഗ്രിഗർ മെൻഡലാണ് അല്ലേ. അപ്പോൾ ജീനിൽ സംഭവിക്കുന്ന ചേഞ്ചസ് മൂലമുണ്ടാകുന്ന ഡിസോർഡേഴ്സിനെ പറയുന്ന പേരാണ് മെൻഡേലിയൻ ഡിസോർഡേഴ്സ്. ഓക്കെ, ക്ലിയർ? ഇനി ക്രോമസോമിൽ ഉള്ള ചേഞ്ചസ് മൂലമുണ്ടാകുന്ന ഡിസോർഡേഴ്സിനെയാണ് ക്രോമസോമൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് മെൻ ബൈ ജനറ്റിക് ഡിസോർഡേഴ്സ്? ജനറ്റിക് ഡിസോർഡേഴ്സ് ആർ ദി ഡിസോർഡേഴ്സ് വിച്ച് ആർ കോസ്ഡ് ഡ്യൂ ടു ദി ചേഞ്ച് ഇൻ ക്രോമസോംസ് ഓർ genes. Okay, അപ്പോൾ the disorders which are caused due to the changes in gene is called ജനറ്റിക് ഡിസോർഡർ എന്നല്ല പറയാം, മെൻഡേലിയൻ. ജീനിലും ക്രോമസോമിലും ഉള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് ജനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയും. ജീനിൽ മാത്രമുള്ള ചേഞ്ചസ് മൂലമുണ്ടാകുന്ന ഡിസോർഡേഴ്സിനെ നമ്മൾ ഒരു ക്രോമസോമിലെ DNA ഉള്ള ജീനിന് മാത്രം ചേഞ്ചസ് സംഭവിക്കുന്നുള്ളെങ്കിൽ അങ്ങനെയുള്ള ഡിസോർഡേഴ്സിനെ പറയുന്ന പേരാണ് എന്ത് പറയും? മെൻഡേലിയൻ ഡിസോർഡേഴ്സ്. ക്രോമസോമിൽ ചേഞ്ചസ് മൂലം ഉണ്ടാകുന്ന ഡിസോർഡേഴ്സിനെ പറയും ക്രോമസോമൽ ഡിസോർഡേഴ്സ്. ഓക്കെ, വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇത്രയും ഭാഗം ആർ എക്സാമ്പിൾസ് ഓഫ് മെൻഡേലിയൻ ഡിസോർഡേഴ്സ്. ഇത്രയും ഭാഗം എക്സാമ്പിൾസ് ഓഫ് ക്രോമസോമൽ ഡിസോർഡേഴ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഏതൊക്കെയാണ് മെൻഡേലിയൻ ഡിസോർഡേഴ്സ്? ഹീമോഫീലിയ 1, സെക്കൻഡ് കളർ ബ്ലൈൻഡ്നെസ്. These 2 are example for sex-linked recessive
Mendelian disorder. Okay, sex-linked recessive. SR means sex-linked recessive. Sex-linked recessive അപ്പോൾ നമ്മൾ ഒരു കോഡ് പഠിക്കുക. ഇതെന്തിനാ ഈ കോഡ് ഇട്ട് പഠിക്കുന്നത് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതിരിക്കാനാണ്. ഓക്കെ, ഹീമോഫീലിയ എന്ന് പറഞ്ഞിട്ട് ഓട്ടോസോമൽ റിസസീവ് എന്ന് എഴുതിയാൽ നമ്മുടെ മാർക്ക് പോവും. നമ്മളപ്പോൾ ഓട്ടോസോമൽ റിസസീവിനുള്ള പോയിന്റ്സ് എഴുതും. ഓക്കെ, അപ്പോൾ സെക്സ് ലിങ്ക്ഡ് റിസസീവിന് രണ്ട് എക്സാമ്പിൾസേ ഉള്ളൂ. അതിൻ്റെ കോഡാണ് ഹൈക്കോട്ട്. ഓക്കെ, സെക്സ് ലിങ്ക്ഡ് റിസസീവ്, സെക്സ് ലിങ്ക്ഡ് SR. ഹൈക്കോർട്ടിലെ സീനിയർ എന്ന് ആലോചിക്കുക. ഹൈക്കോർട്ടിലെ സീനിയർ. സെക്സ് ലിങ്ക്ഡ് SR മീൻസ് സെക്സ് ലിങ്ക്ഡ് റിസസീവ്. ഓക്കെ, HC മീൻസ് ഹൈക്കോർട്ടിലെ സീനിയർ. സീനിയർ എന്ന് പറയുന്നത് സെക്സ് ലിങ്ക്ഡ് റിസസീവ്. ഹൈക്കോർട്ട് എന്ന് പറയുന്നതിലെ എന്താണ് H4 ഹീമോഫീലിയ, C4 കളർ ബ്ലൈൻഡ്നെസ്. ഓക്കെ, അപ്പോൾ ഈ മെൻഡേലിയൻ ഡിസോർഡേഴ്സിൽ ആദ്യത്തെ രണ്ടെണ്ണം നമ്മളിവിടെ മെൻഷൻ ചെയ്തത് HC ഹീമോഫീലിയ ആൻഡ് കളർ ബ്ലൈൻഡ്നെസ് വിച്ച് ആർ എക്സാമ്പിൾസ് ഫോർ, ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ് ഇവർ രണ്ടുപേരും കേട്ടോ. ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ സെക്സ് ലിങ്ക്ഡ് റിസസീവ്. അപ്പോൾ സെക്സ് ഹൈക്കോർട്ടിലെ സീനിയർ ലോയർ എന്ന് ആലോചിക്കുക. ഹൈക്കോർട്ട് മീൻസ് ഹീമോഫീലിയ ആൻഡ് കളർ ബ്ലൈൻഡ്നെസ്. SR4 സീനിയറിലെ SR4 സെക്സ് ലിങ്ക്ഡ് റിസസീവ്. ക്ലിയർ ആയല്ലോ. ഇനി ബാക്കിയുള്ള അസുഖങ്ങളാണ് സിക്കിൾ സെൽ അനീമിയ, ഫീനൈൽ കീറ്റോന്യൂറിയ. ഈ പേരുകളൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാ. സിസ്റ്റിക് ഫൈബ്രോസിസ് ആൻഡ് തലാസെമിയ. ഇതിവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഈ 3 അസുഖങ്ങളാണ്. 1, 2, 3 ഏതൊക്കെയാണ്? 1, 2, 3 സിക്കിൾ സെൽ അനീമിയ. 1, 2, 3 എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സിക്കിൾ സെൽ അനീമിയ, ഫീനൈൽ കീറ്റോന്യൂറിയ ആൻഡ് തലാസീമിയ. അപ്പോൾ ഏതൊക്കെയാണ് 3 അസുഖങ്ങൾ? സിക്കിൾ സെൽ 3 റിമൈനിങ്. ഇത് നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല കേട്ടോ. അപ്പോൾ എക്സാമ്പിൾസ് മാത്രം പഠിച്ചാൽ മതി. മെൻഡേലിയൻ ഡിസോർഡറിന് എക്സാമ്പിൾസ് ആണ് ഹീമോഫീലിയ, കളർ ബ്ലൈൻഡ്നെസ്, പിന്നെ സിക്കിൾ സെൽ അനീമിയ, തലാസീമിയ ആൻഡ് ഫിനൈൽ കീറ്റോന്യൂറിയ ആൻഡ് ഓൾസോ സിസ്റ്റിക് ഫൈബ്രോസിസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സിക്കിൾ സെൽ അനീമിയ, ഫിനൈൽ കീറ്റോന്യൂറിയ ആൻഡ് തലാസീമിയ. ദീസ് ആർ എക്സാമ്പിൾ ഫോർ ഓട്ടോസോമൽ റിസസീവ്. ഓക്കെ, തെറ്റരുത്. നമുക്ക് പഠിക്കാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് 2 എണ്ണം മാത്രമേ ഉള്ളൂ. സെക്സ് ലിങ്ക്ഡ് റിസസീവ്. ഹൈക്കോർട്ടിലെ സീനിയർ ആരാണ്? ഹീമോഫീലിയ ആൻഡ് C4 കളർ ബ്ലൈൻഡ്നെസ്. ബാക്കിയുള്ള റിമൈനിങ് എക്സാമ്പിൾസ് ഉണ്ട്. ഏതൊക്കെയാണ്? സിക്കിൾ സെൽ അനീമിയ, തലാസീമിയ, ഫിനൈൽ കീറ്റോന്യൂറിയ. ഈ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഈ 3ഉം ഏതസുഖത്തിലാണ് വരുന്നത്? നമ്മുടെ ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡറിലാണ് വരുന്നത്. ഓക്കെ, തെറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് എത്ര എണ്ണം ഉണ്ട്? 5 ഡിസോർഡേഴ്സ്. ഓക്കെ, ഏതൊക്കെയാണ്? സെക്സ് ലിങ്ക്ഡ് റിസസീവിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഹീമോഫീലിയ ആൻഡ് കളർ ബ്ലൈൻഡ്നെസ് ആൻഡ് റിമൈനിങ് 4 ഏതൊക്കെയാണ്? ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡേഴ്സ്. ഓട്ടോസോമിലെ ജീനിനെ ബാധിക്കുന്ന ഡിസോർഡേഴ്സ് മൂലമുണ്ടാകുന്ന ഡിസോർഡറാണ്. ഓക്കെ, ചേഞ്ചസ് മൂലം ഉണ്ടാകുന്ന ഡിസോർഡറാണ്. അത് ഏതൊക്കെയാണ്? സിക്കിൾ സെൽ അനീമിയ, തലാസീമിയ ആൻഡ് ഫിനൈൽ കീറ്റോന്യൂറിയ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇത്രയാണ് ജനറ്റിക് ഡിസോർഡേഴ്സിന് എക്സാമ്പിൾ. ഇനി ക്രോമസോമൽ ഡിസോർഡേഴ്സ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ ചേഞ്ചസ് ഇൻ, ചിലപ്പോൾ ഇൻക്രീസ് ഇൻ ഓർ ഡിക്രീസ് ഇൻ ദ എൻറ്റയർ സെറ്റ് ഓഫ് ക്രോമസോം. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ ഡിപ്ലോയിഡ് ഓർഗൻസ് ആണ് എല്ലാ ഹ്യൂമൻ ബീയിങ്സും ആൻജിയോസ്പേം ഒക്കെ. അപ്പോൾ നമ്മുടെ ക്രോമസോം നമ്പർ ഡിപ്ലോയിഡ് കണ്ടീഷൻ ആയിരിക്കും. ഓക്കെ, ആ ഈ ഡിപ്ലോയിഡ് കണ്ടീഷനിലെ ക്രോമസോമിന് പകരം ഡിപ്ലോയിഡിൻ്റെ കൂടെ ഒരു സെറ്റും കൂടി അല്ലെങ്കിൽ 2 സെറ്റും കൂടി കൂടിച്ചേരാം. അങ്ങനെയുള്ള കണ്ടീഷനെ പറയുമ്പോൾ എൻറ്റയർ മൊത്തം ഒരു സെറ്റ് കൂടിച്ചേരുന്നതിനെ പറയുന്ന പേരാണ് ക്രോമസോമൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് 3 എക്സാമ്പിളാണുള്ളത്. ഡൗൺ സിൻഡ്രോം, ഓട്ടോസോമൽ ട്രൈസോമി എന്ന് പറയുന്ന ഡിസോർഡറാണ്. 2 ക്ലയൻഫെൽട്ടേഴ്സ് സിൻഡ്രോം ആരെയാണ് എഫക്റ്റ് ചെയ്യുക? ഡൗൺ സിൻഡ്രോം ഓട്ടോസോമൽ ഡിസോർഡറാണ്. അപ്പോൾ മെയിലിനെയും ഫീമെയിലിനെയും എഫക്റ്റ് ചെയ്യും. ക്ലയൻഫെൽട്ടേഴ്സ് സിൻഡ്രോം ഈസ് എ സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡറാണ്. സെക്സ് ലിങ്ക്ഡ് റിസസീവ് എന്ന് പറയല്ലേ, ഇതെന്താണ്? സെക്സ് ലിങ്ക്ഡ് റിസസീവ് എന്ന് പറയണ്ട, സെക്സ് ലിങ്ക്ഡ് ക്രോമസോമിനെ ബാധിക്കുന്ന ഡിസോർഡറാണ്. ഓക്കെ, അപ്പോൾ ഇത് സെക്സ് ലിങ്ക്ഡ് ക്രോമസോമിനെ ബാധിക്കുന്നത് കൊണ്ട് ഇത് ഏത് സെക്സിനെ ആയിരിക്കും കൂടുതൽ ബാധിക്കാന്ന് ചോദിച്ചാൽ ഏതിനെയായിരിക്കും? മെയിൽ സെക്സിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ മെയിൽ എന്നുള്ളത് KM റിതീഷ് എന്ന് ആലോചിക്കുക. KM റിതീഷ്. K4 ക്ലയൻഫെൽട്ടേഴ്സ് സിൻഡ്രോം, M4 മെയിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡിസോർഡറാണ് ടെർണേഴ്സ് സിൻഡ്രോം. ഇത് മെയിലിനെ ബാധിക്കും. അപ്പോൾ മെയിൽ ക്രോമസോമുകൾ ഏതൊക്കെയാണ്? XY അല്ലേ. ഇതിനെയാണ് ഈ നോർമൽ കണ്ടീഷൻ എഫക്റ്റ് ചെയ്യും. ഇനി ടെർണേഴ്സ് സിൻഡ്രോം എന്ന് പറയുന്നത്
എന്താണ് ഫിമെയിലിനെ ബാധിക്കുന്നതാണ്. ഓക്കെ, ആരെ ബാധിക്കുക? ഫിമെയിലിനെ ബാധിക്കുന്നത്. മൂന്നാരാണ് ടേർണേഴ്സ് സിൻഡ്രോം. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഡൗൺ സിൻഡ്രോം ബോത്ത് മെയിലിനെയും ഫിമെയിലിനെയും ബാധിക്കും. ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം KM രതീഷ് ഫോർ മെയിൽ, അല്ലെ മെയിലിനെ മാത്രമേ ബാധിക്കുകയുള്ളൂ. ടേർണേഴ്സ് സിൻഡ്രോം ഫിമെയിലിനെ ബാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ജനറ്റിക് ഡിസോർഡേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ജനറ്റിക് ഡിസോർഡേഴ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു മെൻറ്റേലിയൻ ഡിസോർഡേഴ്സ് ആൻഡ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. ജനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് ഡിസോർഡേഴ്സ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ക്രോമസോം ഓർ ജീൻ ആണ്. മെൻഡേലിയൻ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് മെൻഡേലിയൻ ഡിസോർഡേഴ്സ് ആർ ഡിസോർഡേഴ്സ് വിച്ച് ആർ കോസ് ഡ്യൂ ടു ദ ചേഞ്ചസ് ഇൻ എന്തിലാണ് കോസ് ടു ദ ചേഞ്ചസ് ഇൻ ഇതിലാണ് ജീൻസ്, അല്ലേ? അതാണ് മെൻഡേലിയൻ ഡിസോർഡേഴ്സ്. ക്രോമസോമൽ ഡിസോർഡേഴ്സ് ആർ ദ ഡിസോർഡേഴ്സ് വിച്ച് ആർ കോസ് ഡ്യൂ ടു ദ ചേഞ്ചസ് ഇൻ ക്രോമസോം നമ്പർ. ഓക്കെ, അപ്പോൾ ഹീമോഫീലിയ ആൻഡ് കളർ ബ്ലൈൻഡ്നെസ് ആർ എക്സാമ്പിൾ ഫോർ ജനറ്റിക് മെൻഡേലിയൻ ഡിസോർഡേഴ്സ്. ഏത് മെൻഡേലിയൻ ഡിസോർഡേഴ്സ് ഏതൊക്കെയാണ്? ഹീമോഫീലിയ ആൻഡ് കളർ ബ്ലൈൻഡ്നെസ്. അതിന് കോഡ് ഇട്ടു നമ്മൾ HC, അല്ലേ? HC. ദീസ് ടു ആർ എക്സാമ്പിൾ ഫോർ എന്തിന് എക്സാമ്പിളാണ്? ഹീമോഫീലിയ ആൻഡ് കളർ ബ്ലൈൻഡ്നെസ് ആർ എക്സാമ്പിൾ ഫോർ എന്തിനാണ്? സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡേഴ്സ് ആണ്. ഓക്കെ, അടുത്തതാരാണ്? അപ്പോൾ സെക്സ് ലിങ്ക്ഡ് റിസസീവ്. ബാക്കിയുള്ള റിമൈനിങ് ഡിസോർഡേഴ്സ് സിക്കിൾ സെൽ അനീമിയ, തലാസീമിയ ആൻഡ് ഫിനൈൽകീറ്റോണൂറിയ, ഇതെല്ലാം ഏതിന് എക്സാമ്പിളാണ്? ഇതിന് ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡേഴ്സിന് എക്സാമ്പിളാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത് ക്രോമസോമിലെ ജീനിനെ ബാധിക്കുന്ന ഡിസോർഡേഴ്സ് മൂലം ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്രോമസോമൽ ഡിസോർഡേഴ്സിലേക്ക് പോകാം. ക്രോമസോമൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? മെയിൽ സെക്സ് ക്രോമസോമിനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഓട്ടോസോമൽ സെക്സ് ക്രോമസോമിനെ ആയിരിക്കാം ബാധിക്കുക. മെയിൽ സെക്സ് ക്രോമസോമിനെ എഫക്റ്റ് ചെയ്യുന്ന സിൻഡ്രോം ആണെങ്കിൽ അതിനെ KM ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം മെയിൽ, അല്ലേ? KM എന്ന് പറഞ്ഞാൽ ആരെയാണ്? മെയിലിനെ. ടേർണേഴ്സ് സിൻഡ്രോം എന്ന് പറയുന്നത് സെക്സ് ക്രോമസോമിനെ തന്നെ ബാധിക്കുന്നതാണ്. ഫിമെയിലിനെയാണ് ഇത് കൂടുതൽ എഫക്റ്റ് ചെയ്യുക. ഓക്കെ, ആർക്ക്? ടേർണേഴ്സ് സിൻഡ്രോം ഫിമെയിലിനെ. ഡൗൺ സിൻഡ്രോമോ മെയിലിനെയും ഫിമെയിലിനെയും ഒരുപോലെ എഫക്റ്റ് ചെയ്യും. ക്ലിയർ? നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്, നമുക്ക് പെഡിഗ്രി പഠിക്കുമ്പോൾ ആ പ്രോബ്ലംസ് വൃത്തിയായിട്ട് സോൾവ് ചെയ്യണമെങ്കിൽ കുറച്ച് തിയറി പഠിക്കാനുണ്ട്. ഓക്കെ, ആ തിയറി പഠിച്ചതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്? ഓക്കെ, 4 ടൈപ്പ് മെൻഡേലിയൻ ഡിസോർഡേഴ്സാണ് ഉള്ളത്. ഓക്കെ, ഏതൊക്കെയാണത്? ഒന്ന് ഓട്ടോസോമൽ ഡോമിനൻറ്റ്, സെക്കൻഡ് ഈസ് ഓട്ടോസോമൽ റിസസീവ്, സെക്സ് ലിങ്ക്ഡ് ഡോമിനൻറ്റ്, സെക്സ് ലിങ്ക്ഡ് റിസസീവ്. ഓക്കെ, ഓട്ടോസോമൽ ഡോമിനൻറ്റ് അലീൽ മൂലം ഉണ്ടാകുന്ന ഡിസോർഡർ ഓട്ടോസോമൽ ഡോമിനൻ്റ് ഡിസോർഡർ, ഓട്ടോസോമൽ റിസസീവ് അലീൽ മൂലമുണ്ടാകുന്ന അസുഖത്തിനെ ഓട്ടോസോമൽ റിസസീവ് ട്രേറ്റ്, എക്സ് ലിങ്ക്ഡ് സെക്സ് ക്രോമസോമിൽ ഡോമിനൻ്റ് ആകുന്നത് മൂലം ഉണ്ടാകുന്ന ഡിസോർഡറിന് സെക്സ് ലിങ്ക്ഡ് ട്രേറ്റ്, സെക്സ് ലിങ്ക്ഡ് ക്രോമസോം റിസസീവ് ആകുന്നത് മൂലം ഉണ്ടാകുന്ന റിസസീവ് അലീലാകുന്നത് മൂലം ഉണ്ടാകുന്ന ഡിസോർഡർ സെക്സ് ലിങ്ക്ഡ് റിസസീവ്. ഇങ്ങനെ 4ആയിട്ട് നമുക്ക് മെൻഡേലിയൻ ഡിസോർഡേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഇത് നീറ്റായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് പ്രാക്ടിക്കലിന് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കാം, മെൻഡേലിയൻ ഡിസോർഡേഴ്സിനെ നമുക്ക് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണത്? മെൻഡേലിയൻ ഡിസോർഡേഴ്സ് ആർ ഓട്ടോസോമൽ ഡോമിനൻറ്റ്, സെക്കൻഡ് ഈസ് ഓട്ടോസോമൽ റിസസീവ്, തേർഡ് സെക്സ് ലിങ്ക്ഡ് ഡോമിനൻറ്റ്, സെക്സ് ലിങ്ക്ഡ് റിസസീവ്. ഓക്കെ, ഇനി നമുക്ക് പറയാം എന്താണ് ഓട്ടോസോമൽ ഡോമിനൻറ്റ് ട്രേറ്റിൻ്റെ ഫീച്ചേഴ്സ്. ഡോണ്ട് സ്കിപ്പ് ജനറേഷൻസ്, അതായത് ഒരു ജനറേഷനിലും അസുഖമില്ലാത്തവർ ഉണ്ടാവില്ല. ഓക്കെ, എല്ലാ ജനറേഷനിലും ഡിസോർഡേഴ്സ് ഉള്ളവരുണ്ടായിരിക്കും, സ്കിപ്പിങ് ഉണ്ടാവില്ല. ഓക്കെ, നെക്സ്റ്റ് എഫക്റ്റഡ് പാരൻസ് ക്യാൻ ഹാവ് അൺഎഫക്റ്റഡ് ചിൽഡ്രൻ, അതായത് പാരൻസ് അസുഖമുള്ളവരായിരിക്കും പക്ഷേ അവർക്കുള്ള കുട്ടികൾക്ക് അസുഖമില്ലാണ്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഓട്ടോസോമൽ ഡോമിനൻറ്റ് ട്രേറ്റ്? ഡോണ്ട് സ്കിപ്പ് ജനറേഷൻസ് ആൻഡ് എഫക്റ്റഡ് പാരൻസ് ഹാവ് അൺഎഫക്റ്റഡ് ചിൽഡ്രൻ. ഇതിൻ്റെ വൈസ് വേഴ്സിയാണ് ഓട്ടോസോമൽ റിസസീവ് എന്ന് പറഞ്ഞാൽ ദർ ഈസ് എ സ്കിപ്പിംഗ് ഓഫ് ജനറേഷൻ, അതായത് ചില ജനറേഷനിൽ അസുഖങ്ങളില്ലാത്തവരൊക്കെ ഉണ്ടാവാം, പിന്നെ അൺഎഫക്റ്റഡ് പാരൻസ് ഹാവ് എഫക്റ്റഡ് ചിൽഡ്രൻ. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഓട്ടോസോമൽ ഡോമിനൻറ്റിൽ ഡോണ്ട് സ്കിപ്പിംഗ് ഓഫ് ജനറേഷൻ ആൻഡ് എഫക്റ്റഡ് പാരൻസ് ഹാവ് അൺഎഫക്റ്റഡ് ചിൽഡ്രൻ. ഓട്ടോസോമൽ റിസസീവിൽ ദർ ഈസ് സ്കിപ്പിംഗ് ഓഫ് ജനറേഷൻസ് ഉണ്ട്, ബട്ട് അൺഎഫക്റ്റഡ് പാരൻസ് ഹാവ്
എഫക്റ്റഡ് ചിൽഡ്രൻ. മറിച്ച് ഓട്ടോസോമൽ ഡോമിനൻറ്റിൽ എഫക്റ്റഡ് പാരൻസിന് അസുഖങ്ങളില്ലാത്ത കുട്ടികളുണ്ടാവും. ഇവിടെ അൺഎഫക്റ്റഡ് പാരൻറ്റിന് അസുഖങ്ങളുള്ള കൊച്ചുങ്ങളുണ്ടായിരിക്കാം. ഇതാണ് ഓട്ടോസോമൽ ഡോമിനൻറ്റ്. 2 ഓട്ടോസോമൽ റിസസീവ്. ഇനി സെക്സ് ലിങ്ക്ഡ് ക്രോമസോമിനെ എക്സ് ആൻഡ് വൈനെ ബാധിക്കുന്ന അസുഖമാണ് സെക്സ് ലിങ്ക്ഡ് ഡോമിനൻറ്റ് ട്രേറ്റ് ആൻഡ് സെക്സ് ലിങ്ക്ഡ് റിസസീവ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്സ് ലിങ്ക്ഡ് ഡോമിനൻ്റ് ആയിട്ടുള്ള ട്രേറ്റ് മൂലം ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ് ഏതൊക്കെയാണ്? സെക്സ് ലിങ്ക്ഡ് ഡോമിനൻറ്റ് ട്രേറ്റ് എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്? ഓട്ടോസോമൽ ഡോമിനൻറ്റ് ട്രേറ്റ് പ്ലസ് ഓട്ടോസോമൽ ഡോമിനൻറ്റ് ട്രേറ്റ് പ്ലസ് ഇത്രയും ഫീച്ചേഴ്സും കൂടി പഠിക്കണം. ഡിസീസസ് നെവർ ട്രാൻസ്ഫേർഡ് ഫ്രം ഫാദർ ടു സൺ. ഫാദറിൽ നിന്ന് മകനിലേക്ക് ഒരിക്കലും അസുഖം ബാധിക്കില്ല. അപ്പോൾ ഇവിടുന്ന് ആ ഫാദറിൽ നിന്ന് ഡോട്ടറിലേക്കാണ് ബാധിക്കുക. ഇനി ഓൾ ഡോട്ടേഴ്സ് ഓഫ് എഫക്റ്റഡ് ഫാദർ വിൽ ബി എഫക്റ്റഡ്. അതായത് ഫാദറിൽ നിന്ന് ഡോട്ടറിലേക്ക് മാത്രമേ ബാധിക്കുകയുള്ളൂ, ഫാദറിൽ നിന്ന് സണ്ണിലേക്ക് അസുഖം ബാധിക്കില്ല. ഇനി മദറിൻ്റെ കാര്യം നോക്കിയാലോ. മദർ ടു ഡോട്ടർ ആൻഡ് സൺ 50% പോസിബിലിറ്റി, 50-50%. ഓക്കെ, ഇത്രയാണ് ഫീച്ചേഴ്സ് ഓഫ് സെക്സ് ലിങ്ക്ഡ് ഡോമിനൻറ്റ്. എന്തൊക്കെ ഫീച്ചേഴ്സാണ് പറഞ്ഞോളൂ. ഫസ്റ്റ് വൺ, മദറിൽ നിന്ന് മകനിലേക്കും മകളിലേക്കും 50-50% ആണ് അസുഖം ബാധിക്കാനായിട്ട്. ഫാദറിൽ നിന്ന് ഒരിക്കലും സണ്ണിലേക്ക് അസുഖം ബാധിക്കില്ല, ഡോട്ടറിലേക്ക് മാത്രമേ അസുഖം ഉണ്ടാവും. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു എക്സാമ്പിൾ ഫോർ സെക്സ് ലിങ്ക്ഡ് റിസസീവ് ട്രേറ്റ് ഈസ് HC അല്ലേ, ഹീമോഫീലിയ, കളർ ബ്ലൈൻഡ്സ്. പിന്നെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് ഇതിലായിരുന്നു ഓട്ടോസോമൽ റിസസീവിൽ വരുന്നു സിക്കിൾ സെൽ അനീമിയ, ഫീനൈൽകീറ്റോന്യൂറിയ ആൻഡ് തലാസീമിയ. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ ഒരു പെഡിഗ്രിയുടെ ഫിഗർ വച്ചിട്ട് ഓട്ടോസോമൽ മയോട്ടോണിക് ഡിസ്ട്രോഫി, മയോട്ടോണിക് ഡിസ്ട്രോഫി ആണ് എക്സാമ്പിൾ ഫോർ ഓട്ടോസോമൽ ഡോമിനൻറ്റ്. അപ്പോൾ 3 എക്സാമ്പിൾ. സെക്സ് ലിങ്ക്ഡ് ഡോമിനൻറ്റിന് നമുക്ക് ഒരു എക്സാമ്പിളും പഠിക്കാനില്ല. ഓക്കെ, ക്ലിയർ ആയില്ല. അപ്പോൾ ഓട്ടോസോമൽ ഡോമിനൻറ്റ് മയോട്ടോണിക് ഡിസ്ട്രോഫി, ഓട്ടോസോമൽ റിസസീവിന് സിക്കിൾ സെൽ അനീമിയ, തലാസീമിയ ആൻഡ് ഫിനൈൽകീറ്റോന്യൂറിയ. സെക്സ് ലിങ്ക്ഡ് ഡോമിനൻറ്റിന് നമുക്ക് എക്സാമ്പിൾസ് ഒന്നും പഠിക്കാനില്ല. സെക്സ് ലിങ്ക്ഡ് റിസസീവിന് ഹൈക്കോർട്ട് അല്ലേ, സീനിയർ, ഹൈക്കോർട്ട്, ലോയർ. ഓക്കെ, സീനിയർ മീൻസ് സെക്സ് ലിങ്ക്ഡ് റിസസീവ്, HC മീൻസ് ഹീമോഫീലിയ ആൻഡ് കളർ ബ്ലൈൻഡ്സ്. കോഡ് വെച്ചിട്ട് തന്നെ പഠിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ. ഓക്കെ, ഇനി നമുക്ക് സെക്സ് ലിങ്ക്ഡ് റിസസീവിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. മെയിൽസ് ആണ് മോസ്റ്റ്ലി എഫക്റ്റ് ചെയ്യുക. എന്തുകൊണ്ടാണ്? സെക്സ് ലിങ്ക്ഡിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് അല്ലേ. XY ക്രോമസോമും XX. അപ്പോൾ ഒരു എക്സിനെ ബാധിച്ചാൽ തന്നെ ഈ സെക്സ് ലിങ്ക്ഡ് റിസസീവിൽ സെക്സ് ലിങ്ക്ഡ് ക്യാരക്ടർ ചെയ്തുകൊണ്ട് ഏതാ മെയിലിൽ XY ആണ്. ഒരെണ്ണത്തിനെ ബാധിച്ചാൽ മെയിൽസ് ആയിരിക്കും കൂടുതൽ അസുഖം ബാധിക്കുക. ഇവിടെ 2 XX ഉണ്ട്. ഇതിൽ ഒന്നിനെ ബാധിച്ചാൽ അത് ക്യാരിയർ ആവുള്ളൂ, രണ്ടിനും എഫക്റ്റ് ചെയ്താൽ മാത്രമേ ഷീ ബിക്കം എഫക്റ്റഡ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഫീച്ചേഴ്സ് പറഞ്ഞോളൂ. മെയിൽസ് ആർ മോസ്റ്റ്ലി. അപ്പോൾ ഒരു പെഡിഗ്രി നോക്കുമ്പോൾ ബോൾഡ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് കൂടുതലും കാണുന്നത് ആർക്കാണെങ്കിൽ മെയിലിനാണെങ്കിൽ അതൊരു പോസിബിലിറ്റി ഇൻ ദ സെക്സ് ലിങ്ക്ഡ് റിസസീവ് ആണെന്ന് അല്ലേ. മെയിൽസ് ആർ മോസ്റ്റ്ലി എഫക്റ്റഡ്. അടുത്തത് പറഞ്ഞു ഇതിനെന്താ കാരണം എന്ന് പറഞ്ഞു. XY ക്രോമസോമാണ് മെയിൽസിലുള്ളത്. അപ്പോൾ ഒരു XYയിലെ ഒരെണ്ണം തന്നെ എഫക്റ്റഡ് ആയാൽ അത് മെയിൽ എഫക്റ്റഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ. ഡിസീസ് ട്രാൻസ്ഫർഡ് ഫ്രം മദർ ടു സൺ. അമ്മയിൽ നിന്ന് എല്ലായ്പ്പോഴും ഡോട്ടറിലേക്ക് അസുഖം ബാധിക്കില്ല, സണ്ണിലേക്ക് മാത്രം. അപ്പോൾ അമ്മയിൽ നിന്ന് മകനിലേക്കും മകളിലേക്കും 50-50% ആണെങ്കിൽ ഒരിക്കലും ഇത് സെക്സ് ലിങ്ക്ഡ് റിസസീവ് അല്ല, സെക്സ് ലിങ്ക്ഡ് ഡോമിനൻ്റ് ആണ്. അമ്മയിൽ നിന്ന് മകനിലേക്ക് മാത്രമാണ് അസുഖം ബാധിക്കുന്നുവെങ്കിൽ ഫാദർ ടു സൺ ഓൺലി ആണെങ്കിൽ ദർ ഇസ് എ ചാൻസ് ഓഫ് സെക്സ് ലിങ്ക്ഡ് റിസസീവ്. ഇനി ഫാദറിൽ നിന്ന് എവിടേക്കായിരിക്കും? ഡോട്ടറിലേക്ക്. അത് മറ്റടുത്ത് പറഞ്ഞ പോലെ തന്നെ അവിടെ ഫാദർ ടു ഡോട്ടർ, മദർ ടു സൺ ഉണ്ട്. അപ്പോൾ രണ്ട് വൃത്തിയായിട്ട് മനസ്സിലാക്കാം അല്ലേ. സെക്സ് ലിങ്ക്ഡ് ഡോമിനൻ്റ് റിസസീവ് എങ്ങനെ മനസ്സിലാക്കാം? ഫാദറിൽ നിന്ന് ഡോട്ടറിലേക്കാണ് രണ്ടിടത്തെങ്കിലും സെക്സ് ലിങ്ക്ഡ് ഡോമിനൻ്റിൽ മദറിൽ നിന്ന് മകളിലേക്കും മകനിലേക്കും ഈക്വൽ പെർസെൻറ്റേജ് ആണ്, 50-50% ആണ് അസുഖം വരാൻ. ഓക്കെ, പക്ഷേ ഇവിടെ ഫാദറിൽ നിന്ന് ഡോട്ടറിലേക്ക് അസുഖം വരുന്നത്, പക്ഷെ മദറിൽ നിന്ന് സണ്ണിലേക്ക് മാത്രമേ അസുഖം വരുള്ളൂ. ഓക്കെ, ഇവിടെ മെയിലായിരിക്കും കൂടുതൽ എഫക്റ്റ് ചെയ്യുക. ഇനി ഫിമെയിൽ എഫക്റ്റഡ് ആവും എപ്പോഴാണ്? കാരിയർ ആയിട്ടുള്ള മദറും എഫക്റ്റഡ് ആയിട്ടുള്ള പാരൻറ്റും തമ്മിൽ, കാരിയർ ആയിട്ടുള്ള മദറും എഫക്റ്റഡ് ആയിട്ടുള്ള മെയിലും തമ്മിൽ എന്താ ചെയ്താൽ, മെയ്റ്റ് ചെയ്താൽ ഫീമെയിൽ എഫക്റ്റഡ് ആവും. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സ് സെക്സ് ലിങ്ക്ഡ് റിസസീവിൻ്റെ? മെയിൽസ് ആർ മോസ്റ്റ്ലി എഫക്റ്റഡ്
ആൻഡ് അടുത്തത് ഫാദർ ടു ഡോട്ടർ ഓൺലി ദ ഡിസീസ് ഈസ് ട്രാൻസ്മിറ്റഡ് ആൻഡ് മദർ ടു സൺ ഓൺലി. ഓക്കെ, ഇവിടെ എപ്പോൾ മാത്രമാണ് ഗേൾസിനെ എഫക്റ്റ് ചെയ്യുള്ളൂ? ഒരു കാരിയർ ആയിട്ടുള്ള മദറും പിന്നെന്താണ് കാരിയർ ആയിട്ടുള്ള മദറും എഫക്റ്റഡ് ആയിട്ടുള്ള പാരൻറ്റും തമ്മിൽ മീറ്റ് ചെയ്താൽ കൊച്ച് സെക്സ് ലിങ്ക്ഡ് റിസസീവ് ആയിട്ടുള്ള ആളായിട്ട് മാറും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയാണ് ഫീച്ചേഴ്സ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചേ? ഓട്ടോസോമൽ ഡോമിനൻറ്റ് ട്രേറ്റിൽ ദർ ഇസ് നോ സ്കിപ്പിംഗ് ഓഫ് ജനറേഷൻ, there is no skipping of generation, don't skipping of generation, affected parents have unaffected children. Next is skipping of generation, autosomal recessive skipping of generation. Next is unaffected parents have affected children. Next is sex-linked dominant. The disease is transmitted from father to daughter only, but disease is transferred from mother to son and daughter in equal 50-50%. Next is sex-linked recessive. Mostly males are affected. The disease is transmitted from father to daughter only and mother to son only. Okay, and the female is affected only when the mating between a carrier mother into affected parent. Clear? That's all about the features of എങ്ങനെ നമുക്ക് മെൻഡേലിയൻ ഡിസോർഡേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് പെഡിഗ്രി സോൾവ് ചെയ്യാം എന്ന് സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഫീച്ചേഴ്സാണ് ഈ 4 ഡിസോർഡേഴ്സിൻ്റെ പോയിൻറ്റ്സും. വൃത്തിയായിട്ട് പഠിക്കുക. ഇത്രയും പോയിൻറ്റ്സ് വൃത്തിയായിട്ട് പഠിച്ചാൽ നമുക്ക് പെഡിഗ്രി വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇന്ന് തന്നെ സോൾവ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മളൊരു പോയിൻ്റ് കൂടി പറയുകയാണ്. നമുക്ക് എങ്ങനെയാണ് ഓട്ടോസോമൽ ഡോമിനൻറ്റിനെയും സെക്സ് ലിങ്ക്ഡ് ഡോമിനൻറ്റിനെയും ആദ്യത്തെ ഇവർ രണ്ടുപേരെ എങ്ങനെ തിരിച്ചറിയാം? ഓട്ടോസോമൽ ഡോമിനൻറ്റിനെയും സെക്സ് ലിങ്ക്ഡ് ഡോമിനൻറ്റിനെയും എങ്ങനെ തിരിച്ചറിയാം? അടുത്തത് ഓട്ടോസോമൽ റിസസീവിനെയും സെക്സ് ലിങ്ക്ഡ് റിസസീവിനെയും എങ്ങനെ തിരിച്ചറിയാം എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഓട്ടോസോമൽ ഡോമിനൻ്റെ ക്യാരക്ടേഴ്സ് സെക്സ് ലിങ്ക്ഡ് ഡോമിനൻ്റിനുണ്ട്, ഓട്ടോസോമൽ റിസസീവിൻ്റെ ക്യാരക്ടേഴ്സ് എക്സ് ലിങ്ക്ഡ് റിസസീവിനുണ്ട്. അപ്പോൾ എങ്ങനെ ഇവരെ തിരിച്ചറിയാം എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്കൊരു ഫിഗർ തന്നാൽ ഓട്ടോസോമൽ ഡോമിനൻ്റിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ നമ്മൾ എന്തുകൂടി നോക്കണം? സെക്സ് ലിങ്ക്ഡ് ഡോമിനൻറ്റും കൂടി ഫീച്ചേഴ്സ് ഉണ്ടോ നോക്കിയിട്ട് മാത്രമേ കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ ഓട്ടോസോമൽ ഡോമിനൻ്റ് ആണോ സെക്സ് ലിങ്ക്ഡ് ഡോമിനൻ്റ് ആണോ. അപ്പോൾ സെക്സ് ലിങ്ക്ഡ് ഡോമിനൻ്റ് ആണോന്ന് നമ്മൾ എങ്ങനെ നോക്കും? ദർ ഈസ് നോ സ്കിപ്പിംഗ് ഓഫ് ജനറേഷൻ, എഫക്റ്റഡ് പാരൻസ്, അൺഎഫക്റ്റഡ് ചിൽഡ്രൻ, ഈ 2 കണ്ടീഷനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓട്ടോസോമൽ സെക്സ് ലിങ്ക്ഡ് ഡോമിനൻ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാം. അതിന് ശേഷമാണ് നമ്മളിത് ഷുവറാക്കാൻ പാടുള്ളൂ ഓട്ടോസോമൽ ഡോമിനൻ്റ് ആണോ സെക്സ് ലിങ്ക്ഡ് ഡോമിനൻ്റ് ആണോ എന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് മെയിലിൽ നിന്ന് ആർക്കാണ് അസുഖം ബാധിച്ചിട്ടുള്ളത്? മെയിലിൽ നിന്ന് ഡോട്ടറിലേക്ക് മാത്രമായിരിക്കും സെക്സ് ലിങ്ക്ഡ് റിസസീവിൽ അസുഖം ഉണ്ടാവുക. പിന്നെ എന്താണ്? ഫാദറിൻ്റെ ഗേൾസൊക്കെ എഫക്റ്റഡ് ആയിരിക്കും. ഓൾ ഡോട്ടേഴ്സ് ഓഫ് എഫക്റ്റഡ് ഫാദേഴ്സ് ആർ എഫക്റ്റഡ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഒരു എഫക്റ്റഡ് ഫാദറിൻ്റെ പെൺമക്കളൊക്കെ അസുഖമുള്ളവരായിരിക്കും. പിന്നെ ഫാദറിൽ നിന്ന് ഒരിക്കലും മകനിലേക്ക് അസുഖം ബാധിക്കില്ല. പക്ഷേ മദറിലോ? ക്ലിയർ ആയല്ലോ? മദറിനെ എഫക്റ്റ് ചെയ്താലോ? മദറിൽ നിന്ന് ഈക്വലായിട്ട് മകനും മകൾക്കും അസുഖം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതാരായിരിക്കും? സെക്സ് ലിങ്ക്ഡ് ഡോമിനൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി എങ്ങനെ നമുക്ക് ഓട്ടോസോമൽ റിസസീവിനെയും സെക്സ് ലിങ്ക്ഡ് ഓട്ടോസോമൽ റിസസീവിലാണ് എന്താണ് പറഞ്ഞത്? നമ്മൾ സ്കിപ്പിംഗ് ഓഫ് ജനറേഷൻ ഉണ്ട്, അൺഎഫക്റ്റഡ് ആയിട്ടുള്ള പാരൻസിന് എഫക്റ്റഡ് ചിൽഡ്രൻ ഉണ്ടാവും. ഈ 2 പോയിന്റ് നോക്കിയിട്ട് കുറച്ചുകൂടി ഫീച്ചേഴ്സ് നോക്കിയതിന് ശേഷം വേണം നമ്മൾ സെക്സ് ലിങ്ക്ഡ് റിസസീവ് ആണോ ഓട്ടോസോമൽ റിസസീവ് ആണോ എന്ന് തീർച്ചപ്പെടുത്താൻ. അതായത് നമ്മൾ ഇനി അടുത്തത് നോക്കേണ്ടത് സെക്സ് ലിങ്ക്ഡ് റിസസീവിൻ്റെ ഫീച്ചേഴ്സാണ്. ഈ പെഡിഗ്രി നോക്കുമ്പോൾ കൂടുതലും എഫക്റ്റ് ചെയ്തേക്കുന്നത് മെയിൽസ് ആണോ നോക്കുക. മെയിൽസ് ആണെങ്കിൽ പോസിബിലിറ്റി ഓഫ് സെക്സ് ലിങ്ക്ഡ് റിസസീവ്. പിന്നെ നോക്കുക ഫാദറിൽ നിന്ന് ഡോട്ടറിന് മാത്രമേ അസുഖം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ മദറിൽ നിന്ന് നോക്കുമ്പോൾ മദറിൽ നിന്ന് അസുഖം ആർക്ക് മാത്രമേ വന്നിട്ടുള്ളൂ? ഫാദറിൽ നിന്ന് ഡോട്ടറിന് വന്നിട്ടുള്ള പോലെ മദറിൽ നിന്ന് സണ്ണിന് മാത്രമേ വന്നിട്ടുണ്ടായിരിക്കുള്ളൂ. ഈ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ അത് സെക്സ് ലിങ്ക്ഡ് റിസസീവ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഈ ഇത്രയും ഫീച്ചേഴ്സാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്കൊരു 4 പെഡിഗ്രി നോക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അത് അനലൈസ് ചെയ്യാനും
ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു പെഡിഗ്രി എടുക്കാം. ഇതാണ് പെഡിഗ്രി, ഫസ്റ്റ് പെഡിഗ്രി. ഓക്കെ, ഫസ്റ്റ് പെഡിഗ്രി ഇവിടെ വെച്ചു. ഇതാണ് ഡിസോർഡർ. നോക്കൂ, ഇവിടെ എന്താണ്? എഫക്റ്റഡ് പാരൻസ് ഹാവ് അൺഅഫക്റ്റഡ് ചിൽഡ്രൻ. ഒന്നാമത്തെ കണ്ടീഷൻ, ദർ ഈസ് നോ സ്കിപ്പിംഗ് ഓഫ് ജനറേഷൻ. അപ്പോൾ ഇതേതാണ്? ഓട്ടോസോമൽ ഡോമിനൻ്റ് ആണെന്ന് മനസ്സിലായി അല്ലേ? എഫക്റ്റഡ് പാരൻസിന് അൺഅഫക്റ്റഡ് ചിൽഡ്രൻ ഉണ്ട്, ദർ ഈസ് നോ സ്കിപ്പിംഗ് ഓഫ് ജനറേഷൻ ആണ്, അപ്പോൾ ഓട്ടോസോമൽ ഡോമിനൻ്റ് എന്നാണ് കിട്ടി. ഇനി നമ്മൾ നോക്കേണ്ടത് സെക്സ് ലിങ്ക്ഡ് ഡോമിനൻ്റ് ആണോ നോക്കുക. ഫാദർ ടു ആർക്ക് മാത്രമേ വരാൻ പാടുള്ളൂ? സെക്സ് ലിങ്ക്ഡ് ഡോമിനൻ്റ്. ഫാദർ ടു സൺ ആൻഡ് മദർ ടു സൺ ആൻഡ് ഡോട്ടർ അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ വന്നിട്ടില്ല. ഫാദർ ടു മദർ ടു സൺ ആൻഡ് ഡോട്ടർ, ഫാദർ ടു സൺ ആൻഡ് ഡോട്ടർ ഉണ്ട്. അപ്പോൾ ഏത് കണ്ടീഷൻ വരുന്നില്ല? സെക്സ് ലിങ്ക്ഡ് ഡോമിനൻറ്റിൻ്റെ ക്യാരക്ടേഴ്സ് വരുന്നില്ല. അപ്പോൾ ദിസ് ഈസ് ഓട്ടോസോമൽ ഡോമിനൻറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫിഗർ എടുക്കാം. ക്ലിയർ ആയല്ലോ? ഇവിടെ എന്താണ്? എഫക്റ്റഡ് പാരന്റ് ഹാവ് അൺഅഫക്റ്റഡ് ചിൽഡ്രൻ, ദർ ഇസ് നോ സ്കിപ്പിംഗ് ഓഫ് ജനറേഷൻ, ഓട്ടോസോമൽ ഡോമിനൻറ്റ്. ഇനി സെക്സ് ലിങ്ക്ഡ് ഡോമിനൻ്റ് ആണോ നോക്കുക. മദറിൽ നിന്ന് ബോത്ത് സൺ ആൻഡ് ഡോട്ടറാണ്, അത് ക്ലിയർ ആവുന്നുണ്ട്. പക്ഷേ ഫാദറിൽ നിന്ന് ആർക്ക് വരാൻ പാടില്ല അസുഖം? മകൾക്ക് വരാൻ പാടില്ല. അപ്പോൾ സെക്സ് ലിങ്ക്ഡ് ഡോമിനൻ്റെ ഫീച്ചേഴ്സ് വരുന്നില്ല. അപ്പോൾ ഇത് ഏതാണ്? ഓട്ടോസോമൽ ഡോമിനൻ്റ് ആണ്. ഇനി സെക്കൻഡ് ഫിഗർ എടുക്കാം. സെക്കൻഡ് ഫിഗർ. ഓക്കെ, സെക്കൻഡ് ഫിഗറിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ നോക്കൂ, സെക്കൻഡ് ഫിഗർ ഈ ചേസ് നോക്കിയിട്ട് പറയൂ. അൺഅഫക്റ്റഡ് പാരൻസ് ഹാവ് എഫക്റ്റഡ്. ഇവിടെ മാത്രം നോക്കരുത് കേട്ടോ. അതായത് നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ എഫക്റ്റഡ് പാരൻസ് ഹാവ് അൺഅഫക്റ്റഡ് ചിൽഡ്രൻ, അത് ഇവിടെ വന്നിട്ടുണ്ട്. എഫക്റ്റഡ് പാരൻസിന് അൺഅഫക്റ്റഡ് ചിൽഡ്രൻ വന്നു അല്ലേ? പിന്നെ ദർ ഇസ് നോ സ്കിപ്പിംഗ് ഓഫ് ജനറേഷൻ. പിന്നെ ഇവിടെ നോക്കുക, അൺഎഫക്റ്റഡ് പാരൻസിന് എഫക്റ്റഡ് ചിൽഡ്രൻ ഉണ്ടായി. അത് കണ്ട തന്നെ മനസ്സിലായി നമുക്ക് ഓട്ടോസോമൽ റിസസീവ് ആണെന്ന്. ഇനി നമ്മൾ നോക്കേണ്ടത് സെക്സ് ലിങ്ക്ഡ് റിസസീവിൻ്റെ ക്യാരക്ടേഴ്സ് നോക്കുന്നുണ്ടോ എന്നാണ്. ഇതിൽ ഫോളോ ചെയ്യുന്നുണ്ടോ? സെക്സ് ലിങ്ക്ഡ് പറഞ്ഞാൽ സെക്സ് ലിങ്ക്ഡ് റിസസീവിൻ്റെ ക്യാരക്ടേഴ്സ് മദറിൽ നിന്ന് ഓൺലി ടു സണ്ണാണ്. മദറിൽ നിന്ന് ഇപ്പോൾ 2 പേർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സെക്സ് ലിങ്ക്ഡ് റിസസീവ് അല്ല. അപ്പോൾ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഓട്ടോസോമൽ റിസസീവ് ക്യാരക്ടർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത ഫിഗറിലേക്ക് പോകാം. നോക്കുക, സെക്സ് ലിങ്ക്ഡ് ഡോമിനൻ്റ് ആണോ സെക്സ് ലിങ്ക്ഡ് റിസസീവ് ആണോ നോക്കാം. ഇവിടെ നമുക്ക് ഓൾറെഡി ഇതിൽ ആൻസർ തന്നിട്ടുണ്ട്. പക്ഷെ നോക്കാം, നമുക്ക് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. മദറിൽ നിന്ന് എവിടേക്ക് വന്നു അസുഖം? മദറിൽ നിന്ന് സണ്ണിലേക്ക് വന്നു അല്ലേ? പിന്നെ മദറിൽ നിന്ന് സണ്ണിലേക്ക് വന്നിട്ടുണ്ടോ? അത് ഓക്കെ. പിന്നെ അച്ഛനിൽ നിന്ന് ആർക്ക് മാത്രമേ വന്നിട്ടുള്ളൂ? അച്ഛനിൽ നിന്ന് മകൾക്ക് മാത്രമേ വന്നിട്ടുള്ളൂ അല്ലേ? അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞ? ഡോട്ടേഴ്സാണ് എഫക്റ്റ് ചെയ്തിരിക്കുന്നത്. മോസ്റ്റ്ലി ഡോട്ടേഴ്സാണ് എഫക്റ്റ് ചെയ്തത്. ഫാദറിൽ നിന്ന് ഡോട്ടർ, ഫാദറിൻ്റെ എല്ലാ ഡോട്ടേഴ്സും അതല്ലേ? ഓൾ ഡോട്ടേഴ്സ് ഓഫ്, നമ്മൾ എന്ത് കണ്ടീഷൻ പറഞ്ഞേ? ഓൾ ഡോട്ടേഴ്സ് ഓഫ് എഫക്റ്റഡ് ഫാദേഴ്സ് ആർ എഫക്റ്റഡ് ആണെന്ന് പറഞ്ഞു. ആ കണ്ടീഷൻ വരുന്നത് ഏതിലാണ്? സെക്സ് ലിങ്ക്ഡ് ഡോമിനൻ്റിലാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? മദറിൽ നിന്ന് സണ്ണിലേക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ സണ്ണിലേക്ക് വന്നിട്ടുള്ളൂ, അത് ഓക്കെയാണ്. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്?
എല്ലാ പെൺകൊച്ചുങ്ങളും ഒരു എഫക്റ്റഡ് ഫാദറിൻ്റെ എല്ലാ പെൺകുട്ടികളും എഫക്റ്റഡ് ആവുന്നു അല്ലേ. അങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചേക്കുന്നത് സെക്സ് ലിങ്ക്ഡ് ഡോമിനൻ്റാണ്. ഇനി ഇവിടെ നോക്കുക, ഫാദറിൽ നിന്ന് മകളിലേക്ക് അസുഖം വന്നിട്ടുണ്ട്, അമ്മയിൽ നിന്ന് മകനിലേക്കാണ് അസുഖം വന്നിട്ടുള്ളൂ, മകൾ എഫക്റ്റഡ് അല്ല അല്ലേ. അപ്പോൾ ഏതാണ്? ഫാദർ ടു ഡോട്ടർ ഓൺലി, മദർ ടു സൺ. ഇവിടെ എന്ന് പറയുന്നത് ഫാദറിൻ്റെ എല്ലാ ഡോട്ടേഴ്സും എഫക്റ്റഡ് ആണ്. അപ്പോൾ ഇവിടെ ഫാദർ ടു സൺ, മദർ ടു സൺ ഓൺലി. സോ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ ഇങ്ങനെയായിരിക്കും പെഡിഗ്രി വരാ. ഇത് നോക്കിയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, സോൾവ് ചെയ്യാൻ പഠിക്കണം. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇങ്ങനെയായിരിക്കും നമ്മുടെ മെൻഡേലിയൻ ഡിസോർഡേഴ്സിൻ്റെ പെഡിഗ്രി അനാലിസിസിന് വരാം. ആ പെഡിഗ്രി അനാലിസിസ് ക്രോസ് ചെക്ക് ചെയ്ത് ഏത് ഡിസോർഡറാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇത്രയും ഫീച്ചേഴ്സ് പഠിക്കണം. ഓക്കെ, ഓട്ടോസോമൽ ഡോമിനൻറ്റിൻ്റെ ഫീച്ചേഴ്സ്, ഓട്ടോസോമൽ റിസസീവിൻ്റെ ഫീച്ചേഴ്സ്, സെക്സ് ലിങ്ക്ഡ് ഡോമിനൻറ്റിൻ്റെ, സെക്സ് ലിങ്ക്ഡ് റിസസീവിൻ്റെ. പിന്നെ ഇതെങ്ങനെ തിരിച്ചറിയാം? ഓട്ടോസോമൽ ഡോമിനൻറ്റും സെക്സ് ലിങ്ക്ഡ് ഡോമിനൻറ്റും എങ്ങനെ തിരിച്ചറിയാം? ഓട്ടോസോമൽ റിസസീവും സെക്സ് ലിങ്ക്ഡ് റിസസീവും എങ്ങനെ തിരിച്ചറിയാം? എക്സാമ്പിൾസ്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് വൃത്തിയായിട്ട് പഠിക്കുക, നമുക്ക് കുറച്ചുകൂടി പ്രോബ്ലംസ് സോൾവ് ചെയ്യാം കേട്ടോ. ഇനി ഇത് നമ്മൾ ടെക്സ്റ്റിലുള്ള ഫിഗറാണ്. ഓട്ടോസോമൽ ഡോമിനൻറ്റിന് എക്സാമ്പിളായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത് മയോട്ടോണിക് ഡിസ്ട്രോഫി. കണ്ടോ, മയോട്ടോണിക് ഡിസ്ട്രോഫി. ഈ ഒരു ഫിഗർ മാത്രമാണ് നമ്മൾ NCERT ടെക്സ്റ്റിൽ തന്നിട്ടുള്ളൂ. പക്ഷേ നമുക്ക് കുറേ ഫിഗേഴ്സ് പഠിച്ചിരിക്കണം, ഫ്ലുവൻ്റ് ആയിരിക്കണം, എന്നാൽ മാത്രമേ പ്രാക്ടിക്കലിൽ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ ബോർഡ് എക്സാമിനും. ഓക്കെ, ഇവിടെ നോക്കാം. എന്താണ്? ദർ ഈസ് നോ സ്കിപ്പിംഗ് ഓഫ് ജനറേഷൻ ആൻഡ് എഫക്റ്റഡ് പാരൻ്റ് ഹാവ് അൺഎഫക്റ്റഡ് ചിൽഡ്രൻ. അപ്പോൾ ഇതേതാണ് ഓട്ടോസോമൽ ഡോമിനൻ്റ്. ഇനി ഓട്ടോസോമൽ റിസസീവിൻ്റെ നോക്കൂ. ഓട്ടോസോമൽ റിസസീവിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്? അൺഎഫക്റ്റഡ് പാരൻസ് ഹാവ് എഫക്റ്റഡ് ചിൽഡ്രൻ. കണ്ടോ, അൺഎഫക്റ്റഡ് പാരൻറ്റിന് എഫക്റ്റഡ് ചിൽഡ്രൻ ഉണ്ടായി. ക്ലിയർ ആയല്ലോ? പിന്നെ അപ്പോൾ ഇതേതാണ്? അൺഎഫക്റ്റഡ് പാരൻറ്റിന് എഫക്റ്റഡ് ചിൽഡ്രൻ ഉണ്ടായാൽ അത് ഏതാണെന്ന് നമുക്കറിയാം, ഓട്ടോസോമൽ റിസസീവ് ആണെന്ന് അറിയാം. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദി പെഡിഗ്രി അനാലിസിസ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ പെഡിഗ്രി നമ്മുടെ ഏതാണ്? ഓട്ടോസോമൽ ഡോമിനൻ്റ് ഡിസോർഡറിന് നമ്മൾ ഒന്ന് മാത്രമേ പഠിക്കുന്നുള്ളൂ, മയോട്ടോണിക് ഡിസ്ട്രോഫി. സെക്സ് ലിങ്ക്ഡ് ഡോമിനൻറ്റിന് നമ്മളൊരു എക്സാമ്പിൾസും പഠിക്കുന്നില്ല നമ്മുടെ ടെക്സ്റ്റിൽ. അത് കഴിഞ്ഞിട്ട് പഠിക്കാനുള്ളത് സെക്സ് ലിങ്ക്ഡ് ഡോമിനൻറ്റിനെ ഒന്നും പഠിക്കാനില്ല. നമുക്ക് ഏതാണ്? 2 എക്സാമ്പിൾസാണ് പഠിക്കാനുള്ളത്. ഓട്ടോസോമൽ റിസസീവിനും സെക്സ് ലിങ്ക്ഡ് റിസസീവും. ഓട്ടോസോമൽ റിസസീവിന് ഏതൊക്കെയാണ്? സിക്കിൾ സെൽ അനീമിയ, ഫീനൈൽകീറ്റോന്യൂറിയ ആൻഡ് തലാസീമിയ, 3 അസുഖങ്ങൾ. സെക്സ് ലിങ്ക്ഡ് റിസസീവിന് ഹൈക്കോട്ട്, ഹീമോഫീലിയ ആൻഡ് കളർ ബ്ലൈൻഡ്നെസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്ന മെൻഡേലിയൻ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് 2 സെക്സ് ലിങ്ക്ഡ് ഡിസോർഡേഴ്സ് ആണ്. ഓക്കെ, സെക്സ് ലിങ്ക്ഡ് ഡിസോർഡേഴ്സ് പഠിച്ചതിന് ശേഷം നമുക്ക് ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡേഴ്സ് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്സ് ലിങ്ക്ഡ് ഡിസോർഡേഴ്സ് ആണ്. സെക്സ് ലിങ്ക്ഡ് ഡിസോർഡേഴ്സിന് ഏതാ നമ്മൾ കോഡ് പഠിച്ച? സീനിയർ അല്ലേ? സെക്സ് ലിങ്ക്ഡ് റിസസീവ്. സെക്സ് ലിങ്ക്ഡ് എന്ത് ഡിസോർഡറാണ്? സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ അല്ലേ. അപ്പോൾ നമ്മൾ കോഡ് എന്താ പഠിച്ചത്? സീനിയർ സെക്സ് ലിങ്ക്ഡ് റിസസീവ്, സീനിയർ ഹൈക്കോർട്ട് ലോയർ അല്ലേ. സീനിയർ ഹൈക്കോർട്ട് ലോയർ ആലോചിക്കുക. ഹൈക്കോർട്ട് മീൻസ് ഫസ്റ്റ് വൺ ഈസ് ഹീമോഫീലിയ, സെക്കൻഡ് ഈസ് കളർ ബ്ലൈൻഡ്നെസ്. നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ഹീമോഫീലിയ ആണ്. അപ്പോൾ ഈ പെഡിഗ്രി ഒന്ന് നോക്കുക. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കാരിയർ എന്നാണ്. നമ്മുടെ ക്വീൻ വിക്ടോറിയ ആരാന്നറിയാം അല്ലേ? ഇപ്പോഴത്തെ ഇംഗ്ലണ്ടിൻ്റെ റോയൽ ഫാമിലിയുടെ ഹെഡ് എന്ന് പറയുന്നത് ചാൾസ് രാജാവാണ് അല്ലേ, രാജകുമാരൻ. പ്രിൻസ് ചാൾസ് ഇപ്പോൾ ചാൾസ് ആണ് അല്ലേ. അതിന് മുൻപ് ക്വീൻ വിക്ടോറിയ. എലിസബത്തിനെ എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1859 ടൈമിലുണ്ടായിരുന്ന
നമ്മൾ പറയും ക്യൂൻ വിക്ടോറിയ പ്രൊക്ലമേഷൻ നമുക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. 1857 സമയത്ത് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ശിപ്പായി മൂട്ടിനി ഇന്ത്യയിൽ നടന്നു അല്ലേ. ആ സമയത്ത് ഇംഗ്ലണ്ടിൻ്റെ ക്യൂൻ ആരായിരുന്നു? ക്യൂൻ വിക്ടോറിയ ആയിരുന്നു. എലിസബത്ത് ആരാ? എലിസബത്ത്, ക്യൂൻ എലിസബത്ത് എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് ക്രൗൺ എലിസബത്ത്, ക്യൂൻ എലിസബത്തിലായിരുന്നു. അദ്ദേഹം എന്താണ് കുറച്ച് റീസെൻ്റ് ആയിട്ട് മരിച്ചുപോയി അല്ലേ. ഇപ്പോൾ ആരാണ് കറണ്ട്? ഇവിടെ ചാൾസ്, പ്രിൻസ് ചാൾസ് ആണ് അല്ലേ. വില്യം ഹാരിൻ്റെ ഫാദർ, ഡയാനയുടെ ഹസ്ബൻഡായിരുന്ന ആളാണ്. കാമില പാർക്കറാണ് കേട്ടോ വൈഫ്. അദ്ദേഹമാണ് ഇപ്പോൾ ആരുടെ? റോയൽ ഫാമിലിയുടെ ഹെഡ്. അപ്പം നമ്മളൊക്കെ ഇപ്പോൾ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ഹീമോഫീലിയ എന്ന് പറയുന്ന അസുഖം ഓൾസോ നോൺ ആസ് റോയൽ ഡിസീസ് എന്ന് പറയാൻ കാരണം, ഇതാദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത് റോയൽ ഫാമിലി, ഇംഗ്ലണ്ടിലെ റോയൽ ഫാമിലിയിലാണ്. നമ്മുടെ ക്യൂൻ വിക്ടോറിയ ഉണ്ടായിരുന്നല്ലോ, വിക്ടോറിയ പ്രൊക്ലമേഷൻ എന്ന് കേട്ടിട്ടുണ്ട്. വിക്ടോറിയ വിളംബരം, അതായത് 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ശിപ്പായി മുട്ടിനിക്ക് ശേഷം നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ഭരണം അവസാനിപ്പിച്ച് ക്യൂൻ വിക്ടോറിയ ഭരണം ഏറ്റെടുത്തു. കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എന്നിട്ട് ഗവർണർ ജനറൽ എന്നുള്ള പോസ്റ്റ് മാറ്റി വൈസ്രോയി ആക്കി. അപ്പോൾ ആ ലേഡി 1857 സമയത്തുണ്ടായിരുന്ന നമ്മുടെ ബ്രിട്ടീഷ് ക്വീൻ, ആ ക്വീൻ എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഷീ ഈസ് ദ കാരിയർ ഓഫ് ഹീമോഫീലിയ കാരിയർ ആയിരുന്നു. അപ്പോൾ കാരിയറിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ഈ ഒരു, അതായത് അസുഖം ഇല്ല പക്ഷെ അവരുടെ അസുഖത്തിന് കാരണമായിട്ടുള്ള ജീൻ ഉണ്ട്, അങ്ങനെയുള്ളവരെയാണ് എന്താ പറയുക, കാരിയർ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡറാണ് പഠിക്കുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? മോസ്റ്റ്ലി മെയിൽസ് ആർ എഫക്റ്റഡ്. നോക്കുക, ഈ അസുഖത്തിൽ എഫക്റ്റഡ് ആയിട്ടുള്ളവർ ആരും ഫിമെയിലില്ല. ഇവിടെ എല്ലാവരും എഫക്റ്റഡ് ഇതെല്ലാം മെയിൽസാണ് മോസ്റ്റ്ലി എഫക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഫിമെയിൽസ് ഇവിടെ എഫക്റ്റഡ് ഇല്ല. ഫിമെയിൽസ് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാരിയർ ആയിട്ടുള്ള ഒരു ഫിമെയിലും പിന്നെ ഒരു, ഇവിടെ നമ്മൾ ബോൾഡ് ചെയ്താൽ ഇവിടെ ഒരു എഫക്റ്റഡ് ആയിട്ടുള്ള ഫാദറും തമ്മിൽ മേരി ചെയ്തെങ്കിൽ ഇവിടുത്തെ ഒരു പെങ്കൊച്ച് അസുഖം ഉണ്ടായേനെ. പക്ഷെ അങ്ങനെ ഒരു മാരേജ് ഇവിടെ സംഭവിച്ചിട്ടില്ല. കാരിയർ ഫിമെയിൽ ആൻഡ് എഫക്റ്റഡ് ഫാദറും തമ്മിൽ മാരേജ് ഇവിടെ നടക്കാത്തതുകൊണ്ട് ഈ ഒരു പെഡിഗ്രിയിൽ നമ്മൾക്ക് ഫിമെയിൽസ് എഫക്റ്റഡ് ആയിട്ട് എവിടെയും കാണാനില്ല. ഓക്കെ, ഫിമെയിൽസ് എഫക്റ്റഡ് ആയിട്ട് കാണാനില്ല. ആരെയും മാത്രമേ കാണുന്നുള്ളൂ, മെയിൽസ് മാത്രമേ എഫക്റ്റ് ചെയ്യുള്ളൂ. എന്തുകൊണ്ടാണ് മെയിൽസ് മാത്രമാകാൻ കാരണം? കാരിയർ ആയിട്ടുള്ള ഒരു ഫിമെയിലും എഫക്റ്റഡ് ആയിട്ടുള്ള ഫാദറും തമ്മിലുള്ള മീറ്റിംഗ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു മാരേജ് ഇവിടെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് എന്താണ്, നമുക്ക് ഒരു ഹീമോഫിലിക് ഫിമെയിലിനെ നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ക്യൂൻ വിക്ടോറിയ കാരിയർ ആയിരുന്നു. അപ്പോൾ അവരുടെ മകള് കാരിയറായി, മകൻ എഫക്റ്റഡായി. ഓക്കെ, മകള് കാരിയറായപ്പോൾ മകൻ എഫക്റ്റഡായി, മകള് കാരിയറായി. ഓക്കെ, കണ്ടോ ഇവിടെ മകൾക്ക് കാരിയറായി, ഇവിടെ മകൻ കാരിയറായി. കണ്ടോ? അപ്പോൾ ഈ പെഡിഗ്രി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? മെയിൽസ് ആർ മോസ്റ്റ്ലി എഫക്റ്റഡ്. ഫാദറിൽ നിന്ന് ഡോട്ടറിലേക്കാണ്, മദർ ടു സൺ ഓൺലിയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ എന്ന് പറയുന്നത് ക്യൂൻ വിക്ടോറിയ എല്ലാണ് ആദ്യമായിട്ട്, ക്യൂൻ വിക്ടോറിയ എന്ന് പറയുന്നത് കാരിയർ ഓഫ് ഹീമോഫിലിയ ആയിരുന്നു. അപ്പോൾ അവരുടെ ഫാമിലിയിൽ പെഡിഗ്രി നോക്കുമ്പോൾ നമുക്ക് ഹീമോഫിലിക് ആയിട്ടുള്ളവരെ മെയിൽസിനെ കാണാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? നമ്മുടെ ഹീമോഫീലിയ എന്ന് പറയുന്ന അസുഖത്തിൻ്റെ ഫീച്ചേഴ്സാണ്. എന്തൊക്കെയാണ് ഹീമോഫീലിയ അസുഖം വന്നാലുണ്ടാകുന്ന ഫീച്ചേഴ്സ് എന്നുള്ളതാണ് നമ്മൾ ഇനി ഇവിടെ പഠിക്കാൻ പോകുന്നത് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹീമോഫീലിയ ഈസ് എ സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ ആണ് അല്ലേ. ഇത് മോസ്റ്റായിട്ട് എഫക്റ്റ് ചെയ്യുക ആരെയാണെന്നാണ് പറഞ്ഞത്? മെയിലിനെയാണ്. ഫിമെയിലിനെ എപ്പോൾ മാത്രമേ എഫക്റ്റ് ചെയ്യുള്ളൂ? ഫിമെയിലിനെ എഫക്റ്റ് ചെയ്യുക വെൻ മീറ്റിംഗ് ബിറ്റ്വീൻ അല്ലെങ്കിൽ മാരേജ് ബിറ്റ്വീൻ എ കാരിയർ മദർ ഇൻ ടു എഫക്റ്റഡ് ഫാദർ. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്സ് ലിങ്ക്ഡ് റിസസീവ് ആയിട്ടുള്ള ഈ അസുഖം എങ്ങനെ വന്നു എന്നുള്ളത് നോക്കാം. ഓക്കെ, ഹീമോഫീലിയ ഓർ റോയൽ ഡിസീസ്. ഹീമോഫീലിയ ഈസ് ഓൾസോ നോൺ ആസ് റോയൽ ഡിസീസ്. ഓക്കെ, ഇനി സെക്സ് ലിങ്ക്ഡ്, ഇറ്റ് ഈസ് എ സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ ആണ്. ഇതിന് എന്താ പ്രത്യേകത? നമുക്കറിയാം ബ്ലഡ് ക്ലോട്ടിങ്. ഈ അസുഖമുള്ളവർക്ക് എവിടെയെങ്കിലും ഒരു മുറിവുണ്ടായി ബ്ലീഡിങ് വന്നാൽ ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യില്ല, ബ്ലീഡിങ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ബ്ലീഡിങ്ങിൻ്റെ ക്ലോട്ടിങ്ങിന്
സഹായിക്കുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്, പ്ലാസ്മ പ്രോട്ടീൻ. ഈ പ്ലാസ്മ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ ഇവിടെ എഫക്റ്റഡ് ആണ്. സോ ആ പ്രോട്ടീൻ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അതിൻ്റെ ഫലമായിട്ട് ബ്ലഡ് ക്ലോട്ടിങ് ഉണ്ടാവുന്നില്ല. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താ ഇവിടുത്തെ പ്രോബ്ലം? സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ ആണ്. ഈ ഡിസോർഡർ ഉള്ളവർക്ക് എന്താണ്? ഹീമോഫീലിയ ഡിസോർഡർ ഉള്ളവരിൽ പ്രോട്ടീൻ ഉണ്ട്. ഏത് പ്രോട്ടീനാണ്? പ്രോട്ടീൻ നമുക്കറിയാം, ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ. ഈ ഫൈബ്രിനോജൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഇൻവോൾവ് ഇൻ ഇത് എന്തിനാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്? ബ്ലഡ് ക്ലോട്ടിങ്. ഈ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഇൻവോൾവ് ആയിരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഇവിടെ എഫക്റ്റഡ് ആയി. അതുകൊണ്ടാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു വൗണ്ട് ഉണ്ടായാൽ, ഒരു മുറിവ് ഉണ്ടായാൽ, ഒരു കട്ട് ഉണ്ടായാൽ നോൺ സ്റ്റോപ്പ് ബ്ലീഡിങ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിനെ ഈ എന്താണ് ഹീമോഫീലിയ എന്ന് പറയുന്ന സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡറിനെ കൺട്രോൾ ചെയ്യുന്ന അലീലുകളാണ് ക്യാപിറ്റൽ എച്ച് ആൻഡ് സ്മോൾ എച്ച്. ഇതെന്ത് ഡിസോർഡറാ? സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡറാണ് അല്ലേ? അപ്പോൾ ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്ന അലീലുള്ളവർ നോർമൽ ആയിരിക്കും, സ്മോൾ എച്ച് ഉള്ളവർ റിസസീവാണ് അല്ലേ? സ്മോൾ എച്ച് ഇവർ എന്തായിരിക്കും? ഹീമോഫീലിയയ്ക്ക് കാരണമാണ്, ഹീമോഫിലിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ എച്ച് സെക്സ് ലിങ്ക്ഡ് റിസസീവ് ആയതുകൊണ്ട് ക്യാപിറ്റൽ എച്ച് ഉള്ളവർ നോർമലും റിസസീവ് എച്ച് ഉള്ളവർ ഹീമോഫിലിക് ആയിട്ട് മാറും. അപ്പോൾ നമുക്കറിയാം ഇത് സെക്സ് ക്രോമസോമിനെ ബാധിക്കുന്നതാണ്. മെയിലിൽ 2 സെക്സ് ക്രോമസോമാണ്, ഫിമെയിലിൽ 2 സെക്സ് ക്രോമസോമാണ് ഉണ്ടാവുക, മെയിലിൽ XY ക്രോമസോമാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവരുടെ കണ്ടീഷൻസ് നോക്കാം. ഫിമെയിലിലെ 2 X ക്രോമസോമിൽ 2ഉം എന്താണ്? ഡോമിനൻ്റ് അലീലാണെങ്കിൽ ഷീ ഈസ് നോർമൽ ഫിമെയിലാണ് അല്ലേ? ആൻഡ് ഈ 2 X ക്രോമസോമിൽ ഒരെണ്ണം ക്യാപിറ്റൽ എച്ചും ഒരു സ്മോൾ എച്ചും, അതായത് ഹെട്രോസൈഗസ് കണ്ടീഷൻ ആണെങ്കിൽ ഷീ ബിക്കം കാരിയർ ഫിമെയിൽ. അപ്പോൾ ഇവിടെ കാരിയർ ആയിട്ട് ആരാണ് ആക്ട് ചെയ്യുക? ഫിമെയിലാണ്. ഫിമെയിൽ ഓൺലി ദ കാരിയർ അല്ലേ? ഇനി നോക്കുക, 2 X ക്രോമസോമും റിസസീവ് ആയാൽ ഷീ ബിക്കം ഹീമോഫിലിക് ഓർ എഫക്റ്റഡ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് ഫിമെയിലിലെ കണ്ടീഷൻസ്. ഓക്കെ, സെക്സ് ക്രോമസോമിനെയാണ് ബാധിക്കുക. ഫിമെയിലിൽ 2 സെക്സ് ക്രോമസോമാണുള്ളത്, XX. ഈ XXും രണ്ടും ക്യാപിറ്റൽ ആണെങ്കിൽ, ഡോമിനൻ്റ് അലീലാണെങ്കിൽ ഷീ ഈസ് നോർമൽ. ഈ വൺ ഓഫ് ദി അലീൽ ഈസ് റിസസീവ് ആണെങ്കിൽ ഷീ ബിക്കംസ് ദി കാരിയർ ആൻഡ് ഓൺലി എ ഗേൾ ബിക്കം ദി കാരിയർ ബിക്കോസ് XX കണ്ടീഷൻ ഈസ് ഓൺലി പ്രസൻറ്റ് ഇൻ ഫിമെയിൽ. അപ്പോൾ ഈ XX കണ്ടീഷനിൽ ഒരെണ്ണം ഡോമിനൻ്റ് ഒരെണ്ണം റിസസീവ് ആയാൽ അത് ഒരു കാരിയർ എന്നുള്ള കണ്ടീഷൻ. ഇവിടെ എക്സ്പ്രസ്ഡ് ആവുന്നത് ഡോമിനൻ്റ് ക്യാരക്ടറാണ്, പക്ഷേ സപ്രസ്ഡ് ക്യാരക്ടർ അവളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഷീ ബിക്കംസ് ദി കാരിയർ. ഓക്കെ, ഇനി 2 X ക്രോമസോമുകളും റിസസീവ് ആയാൽ ആ പെൺകൊച്ച് എന്തായിട്ട് മാറും? ഹീമോഫിലിക് ആയിട്ട് മാറും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി മെയിലിൻ്റെ കണ്ടീഷൻ നോക്കാം. മെയിലിൽ ഒരു X ക്രോമസോമ് ക്യാപിറ്റലും Y ആണെങ്കിൽ ഹീസ് നോർമൽ മെയിലായിരിക്കും അല്ലേ? ഒരു X ക്രോമസോമും ക്യാപിറ്റലും Y ആണെങ്കിൽ നോർമൽ മെയിലായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഒരു X ക്രോമസോം റിസസീവ് അലീലും Y ആണെങ്കിൽ ഹീ ബിക്കം എഫക്റ്റഡ് ഓർ ഹീമോഫിലിക് ആയിട്ടുള്ള മെയിലായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് മെയിലിനാണ് കൂടുതൽ പ്രോബബിലിറ്റി ഈ അസുഖം വരാൻ കാരണം? ഒരു X ക്രോമസോം ഉണ്ട് ഉള്ളൂ XYയിൽ. X ഡോമിനൻ്റ് അലീലായാൽ നോർമലായിരിക്കും, 50-50% അല്ലേ? റിസസീവ് അലീലാണെങ്കിൽ ഹീ ബിക്കം ഹീമോഫിലിക്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമ്മളൊരു കണ്ടീഷൻ പറഞ്ഞു, എപ്പോഴാണ് ഒരു ഫിമെയില് അസുഖം ഉണ്ടാവുക? മെജോറിറ്റി മെയിലിനെയാണ് ഈ അസുഖം ബാധിക്കുക. എപ്പോഴാണ് ഫിമെയിലിനെ എഫക്റ്റ് ചെയ്യുക? ഒരു കാരിയർ മദർ എന്ന് പറയുമ്പോൾ X ക്യാപിറ്റൽ H X സ്മോൾ H ഇൻറ്റു എഫക്റ്റർ മെയിൽ എന്ന് പറഞ്ഞാൽ X സ്മോൾ H ഇൻറ്റു Y. അപ്പോൾ നമുക്കൊരു പെങ്കൊച്ചിന് അസുഖം വരുമോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 2 അലീലുണ്ട്, X ക്യാപിറ്റൽ H X സ്മോൾ H, ഇവിടെ X സ്മോൾ H Y. ഓക്കെ, ഈ XHും XHും X ക്യാപിറ്റൽ H X സ്മോൾ H ആണെങ്കിൽ ഷീ ബിക്കം ദി കാരിയർ ഫിമെയിൽ അല്ലേ? നോർമൽ കാരിയർ ഫിമെയിൽ. XHും Y ആണെങ്കിൽ X ക്യാപിറ്റൽ H Y ആണെങ്കിൽ നോർമൽ മെയിൽ. ഓക്കെ, ഇനി വരുന്നത് X സ്മോൾ H ആണെങ്കിൽ ഹീമോഫിലിക് ഫിമെയിൽ. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് ഫിമെയിലിന് അസുഖം ഉണ്ടാവുക? ഒരേ ഒരു കണ്ടീഷനിൽ കാരിയർ ആയിട്ടുള്ള മദറും എഫക്റ്റഡ്
സെലക്റ്റഡ് മെയിൽ ആൻഡ് കാരിയർ മദർ തമ്മിലുള്ള മീറ്റിങ്ങിലാണ് പെങ്കൊച്ചിന് അസുഖം വരെയുള്ളൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ നോക്കുക, കാരിയർ ആയിട്ടുള്ള വുമൺ നോർമൽ മേനാണ്. അപ്പോൾ കാരിയർ ആയിട്ടുള്ള വുമണും നോർമൽ മേനാണ്. കാരിയർ വുമൺ എന്ന് പറയുമ്പോൾ എക്സ് ക്യാപിറ്റൽ എച്ച്, എക്സ് സ്മോൾ എച്ച്. നോർമൽ മേ എന്ന് പറയുമ്പോൾ എക്സ് ക്യാപിറ്റൽ എച്ച്, വൈ. അപ്പോൾ പോസിബിലിറ്റി എന്തൊക്കെയാണ്? ക്യാപിറ്റൽ എച്ച്, ക്യാപിറ്റൽ നോർമലിനെ കാണിക്കുന്നത് റെഡ് കളർ കേട്ടോ. അപ്പോൾ ഈ റെഡ് കളർ ക്യാപിറ്റൽ എക്സ് എച്ചും ഈ എക്സ് എച്ചും ആയാൽ ഇത് ഫിമെയിലായി. ഇതും കൂടി ചേർന്നാൽ ഈ എക്സ് എച്ചും കൂടി ചേർന്നാൽ ഫിമെയിൽ. ഓക്കെ, അപ്പോൾ ഷീസ് നോർമൽ. ഇനി ഈ എക്സ് എച്ചും വൈ ആണെങ്കിലോ എക്സ് എച്ചും ഇനി ഈ എക്സ് എച്ചും ഇത് രണ്ടും കൂടി ചേർന്നാലും കാരിയർ ഫിമെയിൽ. ഇനി ഈ എക്സ് എച്ചും വൈയും കൂടി ചേർന്നാൽ എക്സ് എച്ചും വൈയും കൂടി ചേർന്നാൽ നോർമൽ മെയിൽ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഏതാ അടുത്ത കണ്ടീഷൻ? ഇതും കൂടി വൈ ആണെങ്കിൽ നോർമലായി, ഇതും വൈ ആണെങ്കിൽ ഹീമോഫിലിക് ഓർ കളർ ബ്ലൈൻഡ് മെയിൽ. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഹീമോഫിലിക് അസുഖം വരാനുള്ള പോസിബിലിറ്റി. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ സെക്കൻഡ് ഡിസോർഡറിലേക്ക് പോവുകയാണ്. സെക്കൻഡ് ഡിസോർഡറാണ് ഏതാണ്? സെക്കൻഡ് ഡിസോർഡർ സെക്സ് ലിങ്ക്ഡ് ഡിസോർഡറാണ്. സെക്സ് ലിങ്ക്ഡ് ഡിസോർഡറാണ് ഏതാണ്? കളർ ബ്ലൈൻഡ്നെസ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കളർ ബ്ലൈൻഡ്നെസ് ആണ്. കളർ ബ്ലൈൻഡ്നെസ്സിൻ്റെ പ്രത്യേകത സെയിം തന്നെ കേട്ടോ. അപ്പോൾ ഓട്ടോസോമൽ സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡറായ ഹീമോഫിലിയൻ്റെ ഫീച്ചേഴ്സ് എല്ലാവർക്കും മനസ്സിലായി അല്ലേ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് സെക്കൻഡ് സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡറായിട്ടുള്ള ഏതാണ്? HC പഠിച്ച ഹീമോഫീലിയും കളർ ബ്ലൈൻഡ്നെസ് അല്ലേ? ഈ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ കളറ് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കണ്ണിൽ 2 ടൈപ്പ് സെൽസ് ഉണ്ട്, റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ്. റോഡ് സെൽസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ അല്ലേ? അതിൽ സൈറ്റിന് കാരണമായിട്ടുള്ള 2 സെൽസ് ഉണ്ട്, റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ്. റോഡ് സെൽസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ ആൻഡ് കോൺ സെൽസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ കളർ വിഷൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇവർക്ക് എന്തോ ഇതിൽ ഈ സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ സംഭവിച്ചിട്ടുണ്ട് ആ ജീനിൽ അല്ലേ? അതായത് വിഷന് സഹായിക്കുന്ന ആ ജീനിൻ്റെ റോഡ് ആൻഡ് കോൺ സെൽസിൻ്റെ പ്രൊഡക്ഷന് സഹായിക്കുന്ന ജീനിന് എന്തോ ഡിസോർഡർ സംഭവിച്ചു. അപ്പോൾ എന്ത് ഡിസോർഡറാണ്? സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡറാണ് സംഭവിച്ചത്. അതിൻ്റെ ഫലമായിട്ട് റെഡ് ആൻഡ് കോൺ സെൽസ് ഉണ്ടല്ലോ, കോൺ സെൽസിനെ എഫക്റ്റ് ചെയ്തുകൊണ്ട് റെഡ് ആൻഡ് ഗ്രീൻ കളേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫെയിലിയർ ടു ഡിസ്ക്രിമിനേറ്റ് ഏത് കളറുകൾ? റെഡ് ആൻഡ് ഗ്രീൻ കളർ. ഈ അസുഖമുള്ള സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ ഉള്ളവർക്ക് എന്താണ്? റോഡ് സെൽസിലല്ല കോൺ സെൽസിനെയാണ് എഫക്റ്റ് ചെയ്യുക. കോൺ സെൽസ് എഫക്റ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? കളറിന് ഏത് കളറ്? റെഡ് ഗ്രീൻ കളറ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് അവർ ഫെയിലിയർ ആയിരിക്കും. ഓക്കെ, ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? എക്സ് ക്രോമസോം ഉണ്ടല്ലോ, അതിന് മ്യൂട്ടേഷൻ സംഭവിച്ചു. സെക്സ് ലിങ്ക്ഡ് റിസസീവ് ആണ്, അതിന് മ്യൂട്ടേഷൻ സംഭവിച്ചതുകൊണ്ടാണ് ഇതുണ്ടായിട്ടുള്ളത്. ഇതും 8% മെയിലിനെയും 0.% ഫീമെയിലിനെ ബാധിക്കുള്ളൂ, 8% മെയിലിനെ ബാധിക്കുക. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ? സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡേഴ്സ് ആണ്. അപ്പോൾ മെയിലിന് ഒരു എക്സ് ക്രോമസോം ഉള്ളൂ. അപ്പോൾ അതൊന്ന് എഫക്റ്റഡ് ആയാൽ ദർ ഇസ് എ ലാർജ് പോസിബിലിറ്റി ടു ഹി ബിക്കം കളർ ബ്ലൈൻഡ്. ഓക്കെ, പെങ്കൊച്ചിന് വളരെ റെയർ ആവാൻ കാരണം കാരിയർ ആയിട്ടുള്ളൊരു മദറും എഫക്റ്റഡ് ആയിട്ടുള്ള മെയിലും തമ്മിൽ മേറ്റ് ചെയ്താലാണ് പെങ്കൊച്ചുകൾക്ക് കളർ ബ്ലൈൻഡ്നെസ് വരുള്ളൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയും ക്ലിയർ ആയില്ലേ? അപ്പോൾ എന്താണ് our the color vision is responsible by the corn cells. Corn cell is affected due to sex-linked recessive disorder, and that man or girl fail to discriminate the red and green color. Okay, ഇനി
ഇവിടെ മോസ്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്നത് മെയിലാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാദറിൽ നിന്ന് ഡോട്ടറിലേക്ക് മാത്രമേ അസുഖം വരുള്ളൂ. സണ്ണിൽ നിന്ന് മദറിൽ നിന്ന് സണ്ണിലേക്ക് മാത്രമേ അസുഖം വരുള്ളൂ. പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്? മെയിലാണ് മോസ്റ്റ്ലി എഫക്റ്റ് ചെയ്യുക. ഫീമെയിൽ എപ്പോൾ മാത്രമേ എഫക്റ്റ് ചെയ്യുള്ളൂ? കാരിയർ കളർ ബ്ലൈൻഡ് മദർ ഇൻറ്റു കളർ ബ്ലൈൻഡ് എഫക്റ്റഡ് ആയിട്ടുള്ള ഫാദറും തമ്മിലുള്ള മീറ്റിങ്ങിലാണ് പെങ്കൊച്ചിനും അസുഖം വരാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ ഇതാണ്. അപ്പം നമുക്ക് കളർ ബ്ലൈൻഡ്നെസ്സിൻ്റെ ഒരു പെഡിഗ്രി നമുക്ക് ചെയ്ത് നോക്കാം, എങ്ങനെ ഈ അസുഖം വരും എന്നുള്ളത് നോക്കി നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ XX ക്രോമസോമിനെ ബാധിക്കുക അല്ലേ. എക്സ് കളർ ബ്ലൈൻഡ് ക്യാപിറ്റൽ സി ആയാൽ നോർമൽ ഫിമെയിൽ ആയിരിക്കും. എക്സ് സ്മോൾ സി ആയാൽ കാരിയർ എന്ന് പറഞ്ഞാൽ കാരിയർ ഫിമെയിൽ ആയിരിക്കും അല്ലേ. നോർമലാണ്, പക്ഷേ ഷീ ഈസ് കാരിയർ. ആൻഡ് ഇനി അടുത്തത് എക്സ് സ്മോൾ സി ആയാലോ കളർ ബ്ലൈൻഡ് ഫിമെയിലാണ് അല്ലേ. ഇനി നമ്മളെടുക്കുന്നത് മെയിലിൻ്റെ കാര്യമാണ്. എക്സ് ക്യാപിറ്റൽ സി വൈ ആണെങ്കിൽ നോർമൽ മെയിൽ, എക്സ് സ്മോൾ സി വൈ ആണെങ്കിൽ എന്താണ്? കളർ ബ്ലൈൻഡ് മെയിൽ. ക്ലിയർ ആയല്ലോ? ഇനി എപ്പോഴാണ് ഫിമെയിലിനെ എഫക്റ്റ് ചെയ്യുക? അത് നമുക്കറിയാം. എക്സ് ക്യാപിറ്റൽ സി എക്സ് സ്മോൾ സി ഇൻറ്റു എക്സ് സ്മോൾ സി വൈ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ അല്ലേ. അപ്പോൾ എക്സ് സിയും കൂടി ചേർന്നാൽ എക്സ് ക്യാപിറ്റൽ സിയും എക്സ് സിയും കൂടി ചേർന്നാൽ കാരിയർ ആവും. ഓക്കെ, എക്സ് സിയും കൂടി ചേർന്നാൽ കളർ ബ്ലൈൻഡ് ആവും. ഓക്കെ, അപ്പോൾ പെങ്കൊച്ചിന് ഇപ്പോൾ മാത്രമാണെന്ന് മനസ്സിലായല്ലോ. കാരിയർ മദറും എഫക്റ്റഡ് ആയിട്ടുള്ള മെയിലും തമ്മിലുള്ള മാരേജിലാണ് പെൺകുട്ടി എഫക്റ്റഡ് ആകുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ദാറ്റ്സ് ഓൾ അബൌട്ട് ദി സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ. ഏതൊക്കെ പഠിച്ചത് നമ്മൾ? ഹീമോഫീലിയ ആൻഡ് കളർ ബ്ലൈൻഡ്നെസ്. നെക്സ്റ്റ് ഈസ് ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ. ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ നമ്മളതിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ഓട്ടോസോമൽ റിസസീവിൽ വരുന്നതാണ് സ്കിപ്പിംഗ് ഓഫ് ജനറേഷൻ ആൻഡ് അൺഅഫക്റ്റഡ് പാരൻസ് ഹാവ് അഫക്റ്റഡ് ചിൽഡ്രൻ അല്ലേ. അപ്പോൾ ഇവിടെ അതൊന്നും നോക്കേണ്ട, നമുക്ക് നമ്മുടെ പോയിൻറ്റ്സിലേക്ക് പോകാം. അതായത് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയാൻ കാരണം RBC ആണ്. നമ്മളൊരു ബ്ലഡ് സെൽസാണ്. RBCക്ക് റെഡ് കളറിന് കാരണമായിട്ടുള്ള പിഗ്മെൻ്റാണ് ഹീമോഗ്ലോബിൻ ഈസ് എ കോട്ടേർണറി പ്രോട്ടീൻ ആണ് അല്ലേ. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഒരു 4 പ്രോട്ടീൻ യൂണിറ്റുകൾ കൂടിച്ചേർന്നിട്ടുള്ള പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷൻ ഇവിടെ എന്താ ഉണ്ടാവുക? ക്വാളിറ്റി ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷൻ ഇത് എഫക്റ്റ് ചെയ്യുക. എങ്ങനെ? അതിൻ്റെ ഫലമായിട്ട് RBC എന്ന് പറയുന്നത് ബൈകോൺകേവ് ഷേപ്പുള്ള RBC ബിക്കം ഹീമോഗ്ലോബിൻ ബിക്കം എഫക്റ്റഡ്. അതിൻ്റെ ഫലമായിട്ട് RBCൻ്റെ ഒരു ബൈകോൺകേവ് ഷേപ്പായിട്ടുള്ള സ്ട്രക്ചർ മാറി സ്പിൻഡിൽ ഷേപ്പ്ഡ് ആവും. ഓക്കെ, അതുകൊണ്ട് കുറേ പ്രോബ്ലംസ് ഉണ്ട്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ ആണ് ഇവിടെ. അതുകൊണ്ട് ആണിനെയും പെണ്ണിനെയും ഒരുപോലെ എഫക്റ്റ് ചെയ്യുന്ന അസുഖമാണ്. ഓക്കെ, ഇനി ഇത് എപ്പോഴാണ് കുട്ടികളിലേക്ക് എഫക്റ്റ് ചെയ്യുക, കുട്ടികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് വെച്ചാൽ രണ്ട് പാരൻസും ആർ കാരിയർ ആണെങ്കിൽ, അല്ലെങ്കിൽ ബോത്ത് പാരൻസ് ആർ ഹെട്രോസൈഗസ് കണ്ടീഷനിലായാലാണ് ഈ അസുഖം ബാധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഹീമോഗ്ലോബിൻ, അതായത് നമുക്കറിയാം നമ്മളുടെ മനസ്സിലേക്ക് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുമ്പോൾ RBC ബിക്കം സിക്കിൾ സെല്ല്. RBCയിൽ മെയിൻ കണ്ടൻ്റാണ് ഹീമോഗ്ലോബിൻ. അപ്പോൾ ഹീമോഗ്ലോബിൻ അലീലായിട്ട് നമ്മൾ ഹീമോഗ്ലോബിൻ എടുത്തു, ഒരു പെയർ ഓഫ് അലീൽ ഹീമോഗ്ലോബിൻ A ആൻഡ് ഹീമോഗ്ലോബിൻ S എന്ന് പറയുന്ന അലീൽ. ഓക്കെ, അപ്പോൾ രണ്ടും HbA ആയാൽ എന്ത് സംഭവിക്കും? A എന്ന് പറയുന്നത് നോർമലായിട്ടുള്ള അലീലാണ്. HbA ആയാൽ നോർമലായിരിക്കും. ഓക്കെ, ഇനി ഹെട്രോസൈഗസ് HbS കണ്ടീഷൻ ആയാൽ കാരിയർ മെയിലായിരിക്കാം, അല്ലെങ്കിൽ കാരിയർ ഫീമെയിൽ ആയിരിക്കാം, മെയിൽ ഓർ ഫീമെയിൽ. ഓക്കെ, ഇനി ഹോമോസൈഗസ് കണ്ടീഷൻ HbS
HBS ആണെങ്കിൽ എഫക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കി വെക്കാം അല്ലേ. HB ഇതിൽ നോർമൽ ഏതാ? HBA. HBS. ഇനിയിപ്പോൾ ഈ അസുഖം എങ്ങനെയാണ് സംഭവിക്കുകയെന്ന് പറഞ്ഞാൽ കാരിയർ ആയില്ലേ അല്ലേ, കാരിയർ ആയില്ലേ ഈ അസുഖം ബാധിക്കുക. അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. രണ്ടുപേരും കാരിയർ ആയില്ലേ. ഫാദർ കാരിയർ ആവാന്ന് പറയുമ്പോൾ ഹെട്രോസൈഗസ് കണ്ടീഷൻ HBS ആൻഡ് ക്രോസ് HBS. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി HBA എന്ന് പറയുന്ന ഗ്യാമേറ്റ്, HBS എന്ന് പറയുന്ന ഗ്യാമേറ്റ്, HBS. അപ്പോൾ ഇവിടെ ഓട്ടോസോമൽ ഡോമിനൻ്റ് ആണ്. രണ്ടും ഡോമിനൻ്റ് ആവണം. ഏത് വരണം? എസ് വരണം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. HBA നോർമൽ, HBS കാരിയർ, HBS കാരിയർ. നെക്സ്റ്റ് HBS. ഇത് എന്തായി? സിക്കിൾ സെൽ അനീമിക്. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് ഓഫ്സ്പ്രിങ്സ് എന്നെ അസുഖം വരാ? രണ്ടുപേരും ഹെട്രോസൈഗസ് കണ്ടീഷൻ അല്ലെങ്കിൽ കാരിയർ ആവുമ്പോൾ. ഓക്കെ, അപ്പോൾ ഓഫ്സ്പ്രിങ്സ് ആർ എഫക്റ്റഡ് വെൻ ബോത്ത് ആർ when both parents are carrier. He is carrier and he is also. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ സെക്സ് ചെയ്താത്തതെന്ന് മനസ്സിലായില്ലേ? ഇത് ഓട്ടോസോമൽ ഡോമിനൻ്റ് ഡിസോർഡർ ആണ് കേട്ടോ. അപ്പോൾ ബോത്ത് പാരൻസ് ആർ കാരിയർ ആണെങ്കിൽ, ബോത്ത് പാരൻസ് ആർ കാരിയർ ഓർ ഹെറ്ററോസൈഗസ് കണ്ടീഷൻ ആണെങ്കിൽ എന്താ ഉണ്ടാവുക? ഓഫ്സ്പ്രിങ്സ് ബിക്കം എഫക്റ്റഡ്. ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് ഓട്ടോസോമൽ ഡോമിനൻ്റിലെ കൊച്ചുങ്ങൾക്ക് അസുഖം ഉണ്ടാവുക? രണ്ട് പാർട്ട്നേഴ്സും കാരിയർ ആകുമ്പോൾ. എപ്പോഴാണ് സെക്സ് ലിങ്ക്ഡ് റിസസീവിലെ പെങ്കൊച്ചുങ്ങൾക്ക് അസുഖം ഉണ്ടാവുക? എപ്പോഴാണ് ഉണ്ടാവുക? അതായത് കാരിയർ ആയിട്ടുള്ളൊരു മദറും എഫക്റ്റഡ് ആയിട്ടുള്ളൊരു ഫാദറും തമ്മിലുള്ള മാരേജിലാണ് ഹീമോഫിലിക് ആയിട്ടുള്ള ഒരു പെങ്കൊച്ച് ഉണ്ടാവുക. ക്ലിയർ ആയല്ലോ. ഇവിടെ സിക്കിൾ സെൽ അനീമിയയുടെ കാര്യത്തിൽ എപ്പോഴാണ് ഒരു എഫക്റ്റഡ് ആയിട്ടുള്ള സിക്കിൾ സെൽ അനീമിക് ആയിട്ടുള്ള കൊച്ചുണ്ടാവുക? കാരിയർ ആയിട്ടുള്ള ഫാദറും കാരിയർ ആയിട്ടുള്ള മദറും തമ്മിലുള്ള മാരേജിലൂടെയാണ് എന്തുണ്ടാവുന്നത്? ഹീമോഫിലിക് ആയിട്ടുള്ള കൊച്ചുണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. ഇതാണ് നമ്മുടെ സിക്കിൾ സെൽ അനീമിക് ആയിട്ടുള്ള ആളുടെ ബ്ലഡ് സെല്ലിൻ്റെ സ്ട്രക്ചർ. ഇതൊരു നോർമലാണ് ബൈക്കോൺകേവ് ഷേപ്പ്. ഈ ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷന് കാരണമായിട്ടുള്ള ജീനിൻ്റെ ഡിസോർഡർ മൂലം ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷൻ അബ്നോർമൽ ആവുന്നത് മൂലം എന്തുണ്ടാവും? ദ ബൈക്കോൺകേവ് ഷേപ്പ് ഓഫ് RBC ബിക്കം എന്തായിട്ട് മാറും? സ്പിൻഡിൽ ഷേപ്പായിട്ട് മാറും. ഓക്കെ, ഇത്രയാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം. ഈ കണ്ടീഷൻസ് മൂലം, ഏത് കണ്ടീഷൻ? കാരിയർ ആയിട്ടുള്ള മദറും കാരിയർ ആയിട്ടുള്ള ഫാദറും തമ്മിലുള്ള മാരേജ് മൂലമാണ് സിക്കിൾ സെൽ അനീമിക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം നമ്മളിതിൽ പറയാൻ പോവുകയാണ് എങ്ങനെ ഉണ്ടാകുമെന്ന് പറയുന്നത്. അപ്പോൾ എന്തുവാ പറഞ്ഞത്? നമ്മൾ പറഞ്ഞു നമ്മളുടെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഒരു ക്വാട്ടേർണറി പ്രോട്ടീനാണ്. ഇതിൽ 4 സബ് യൂണിറ്റ്സ് ഉണ്ട്, 4 ഹീം യൂണിറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇതിൽ 2 ആൽഫ പ്രോട്ടീനും ഉണ്ട്, 2 ബീറ്റ പ്രോട്ടീനും ഉണ്ട്. ഓക്കെ, ബീറ്റ പ്രോട്ടീൻ ഏതാണ്? 2 ആൽഫ ഗ്ലോബിൻ ആൻഡ് 2 ബീറ്റ ഗ്ലോബിൻ ഉണ്ട് ഇതിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? സിക്കിൾ സെൽ അനീമിക് ആയിട്ടുള്ള പേഴ്സൻ്റെ ഹീമോഗ്ലോബിൻ ഉണ്ടല്ലോ, ഹീമോഗ്ലോബിനിലെ ബീറ്റ ഗ്ലോബിൻ, ഇത് ബീറ്റ ഗ്ലോബിൻ ആണെന്ന് വിചാരിക്കുക. ബീറ്റ ഗ്ലോബിൻ
ഈ ബീറ്റ ഗ്ലോബിൻ്റെ നോർമൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. 1 2 3 4 5 6. ഓക്കെ, അറിയാം. ഗ്ലോബിൻ എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടീനാണ്. പ്രോട്ടീൻ ഈസ് ദ പോളിമർ ഓഫ് അമിനോ ആസിഡ്സ് ആണ്. അപ്പോൾ നോർമൽ ഗ്ലോബിൻ പ്രോട്ടീനിൽ എന്തുണ്ട്? വാലൈൻ, ഹിസ്റ്റിഡിൻ, ലൂസിൻ, തൈറോസിൻ, പ്രൊലൈൻ, ഗ്ലൂട്ടാമിക് ആസിഡ് ഉണ്ട്. അപ്പോൾ ഇത്രയും പഠിക്കുക. 6th പൊസിഷനിലുള്ളത് ആരാണ്? ഗ്ലൂട്ടാമിക് ആസിഡാണ്. ഈ ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു അമിനോ ആസിഡാണ് അല്ലേ? അതായത് നിങ്ങൾക്കറിയാം, പ്രോട്ടീൻ ഈസ് ദ പോളിമർ ഓഫ് അമിനോ ആസിഡ്സ്. ദീസ് അമിനോ ആസിഡ് നമ്മൾ പ്രീവിയസ് ബയോകെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട്, നല്ല രസമായിട്ട്. ഇതാണ് പെപ്റ്റൈഡ് ബോണ്ട് അല്ലേ? മെനി അമിനോ ആസിഡ്സ് ആർ ലിങ്ക്ഡ് ടുഗദർ ബൈ പെപ്റ്റൈഡ് ബോണ്ട് ടു ഫോം എ എന്താണ്ടാവുക? പ്രോട്ടീൻ. അപ്പോൾ ഇവിടെ കുറേ അമിനോ ആസിഡ് ബീറ്റ ഗ്ലോബിൻ പ്രോട്ടീനാണ്. അതിലെ നോർമൽ ബീറ്റ ഗ്ലോബിൻ പ്രോട്ടീനിലെ 6th പൊസിഷനിലെ അമിനോ ആസിഡാണ് ഗ്ലൂട്ടാമിൻ. ഈ ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഏതാണ്? ഗ്ലൂട്ടാമിക് ആസിഡ്. ഈ ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് പറയുന്ന അമിനോ ആസിഡിൻ്റെ ട്രിപ്ലറ്റ് കോഡോൺ, അതെന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മോളിക്കുലർ ബയോളജിയിൽ പറഞ്ഞുതരും. ട്രിപ്ലറ്റ് കോഡോൺ സീരീസാണ് GAG. ഈ GAGയിലെ എക്ക് പോയിൻ്റ് മ്യൂട്ടേഷൻ, ഈ പോയിൻ്റ് മ്യൂട്ടേഷൻ സംഭവിച്ചത് ഫിസിക്കൽ ഏജൻറ്റ് വഴിയോ കെമിക്കൽ ഏജൻറ്റ് വഴിയോ ഒക്കെ ആയിരിക്കാം. പോയിൻ്റ് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് അത് എന്തായിട്ട് മാറുന്നു? GUG ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ എന്താണ്? ഡ്യൂ ടു പോയിൻ്റ് മ്യൂട്ടേഷൻ ദ നൈട്രജൻ ബേസ് സീക്വൻസസ് A ഇൻ ദ GAG ബിക്കം എന്താണ്ടാവുക? ബിക്കം ചേഞ്ച് ടു GUG. മ്യൂട്ടേഷൻ സംഭവിച്ച് GUG ആവും. അപ്പോൾ GUG ഈസ് കോഡഡ് ഫോർ ദി അമിനോ ആസിഡ് വെലൈൻ. GUG എന്ന് പറയുന്നത് വെലൈൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്സിനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് പറയുന്ന അടുത്ത് ആര് വരും? വെലൈൻ എന്ന് പറയുന്ന എൻസൈം ഒന്ന് കൂടിച്ചേർന്നിട്ടൊരു അമിനോ ആസിഡായിട്ട് മാറും. ആ അമിനോ ആസിഡ് അല്ല, ബീറ്റ ഗ്ലോബിൻ ചെയിനായിട്ട് മാറും. ദിസ് ബീറ്റ ഗ്ലോബിൻ ചെയിൻ ഈസ് എഫക്റ്റഡ് ബീറ്റ ഗ്ലോബിൻ ചെയിൻ ആൻഡ് അപ്പോൾ എന്താ ഉണ്ടാവുക? ഈ ബീറ്റ ഗ്ലോബിൻ ചെയിൻ ഇവിടെ വന്ന് ചേരും അല്ലേ? അപ്പോൾ മ്യൂട്ടേഷൻ സംഭവിച്ച ഹീമോഗ്ലോബിനായി. ഇപ്പോൾ ഈ മ്യൂട്ടൻ്റ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ മോളിക്യൂൾ എന്താ ഉണ്ടാവുക? അതിൽ പോളിമറൈസേഷൻ സംഭവിച്ചില്ലേ? അതിന് അമിനോ ആസിഡ്സിനൊക്കെ പോളിമറൈസേഷൻ സംഭവിച്ചിട്ടുണ്ടായിട്ടുള്ളത്. അതിൽ ലോ ഓക്സിജൻ ടെൻഷൻ ഉണ്ടാവും അതല്ലേ? ഹീമോഗ്ലോബിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാപ്പിംഗ് അറ്റ്മോസ്ഫിയറിക് ഹൈഡ്രജൻ ദാറ്റ് റീച്ചസ് ദി ആൽവിയോളൈ അല്ലേ? ആൽവിയോളയിൽ എത്തുന്ന ഓക്സിജനെ ട്രാപ്പ് ചെയ്യുന്നത് RBCയിലുള്ള ഹീമോഗ്ലോബിനാണ്. പക്ഷേ ഈ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ നോർമൽ ഹീമോഗ്ലോബിൻ അല്ല, അതിൻ്റെ ബീറ്റ ഗ്ലോബിൻ എഫക്റ്റഡ് ആയി. അപ്പോൾ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീമോഗ്ലോബിന് കുറച്ച് ഓക്സിജൻ ടെൻഷൻ കോസ് ചെയ്യും. ഇതിൻ്റെ ഫലമായിട്ട് ഓക്സിജൻ ടെൻഷൻ്റെ ഫലമായിട്ട് ഈ ബൈകോൺകേവ് ഷേപ്പുള്ള ഓക്സിജനൊക്കെ ഏത് ഷേപ്പായിട്ട് മാറും? സിക്കിൾ സെൽ അരിവാളിൻ്റെ പോലെ വളയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഇവിടെ നോർമൽ ഹീമോഗ്ലോബിൻ്റെ ഫങ്ഷൻ അബ്നോർമൽ ആവുന്നു. നോർമൽ ഹീമോഗ്ലോബിൻ്റെ നോർമൽ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഒരു ക്വാട്ടർണറി പ്രോട്ടീനാണ്. 2 ആൽഫ പ്രോട്ടീനുണ്ട്, 2 ആൽഫ ഗ്ലോബിനുണ്ട്, 2 ബീറ്റ ഗ്ലോബിനുണ്ട്. ഈ 2 ബീറ്റ ഗ്ലോബിനിലെ ബീറ്റ ഗ്ലോബിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഈസ് ദ പോളിമർ ഓഫ് അമിനോ ആസിഡ്സ് ആണ്. 6th പൊസിഷനിലുള്ള അമിനോ ആസിഡാണ് ബീറ്റ ഗ്ലോബിൻ്റെ. ഏതാണ് 6th പൊസിഷനിലുള്ളത്? GAG അല്ലെങ്കിൽ ഗ്ലൂട്ടാമിക് ആസിഡാണ്, വിച്ച് ഈസ് കോഡഡ് ബൈ ദി ട്രിപ്ലറ്റ് കോഡോൺ GAG. ഈ GAG എന്ന് പറയുന്ന ട്രിപ്ലറ്റ് കോഡോണ് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് അത് GUG ആകുന്നു, വിച്ച് ഈസ് കോഡഡ് ഫോർ GUG ഈസ് കോഡഡ് ഫോർ ദി അമിനോ ആസിഡ് valine. So now the hemoglobin become affected and it does not have the ability to hold more oxygen, which causes subtension, and due to this the RBC become sickle shaped. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയാണ് സിക്കിൾ സെൽ അനീമിയനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഏതാണ്? ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡറിലെ ഫസ്റ്റ് ഡിസോർഡർ പഠിച്ചു, സിക്കിൾ സെൽ അനീമിയ. സെക്കൻഡ് ഡിസോർഡറാണ് ഫിനൈൽ കീറ്റോനൂറിയ. ഓക്കെ, ഫിനൈൽ കീറ്റോനൂറിയ പേരിലായിരിക്കുക, ഫിനൈൽ കീറ്റോനൂറിയ. ഓക്കെ, അപ്പോൾ നമ്മളിനി പഠിക്കാൻ പോകുന്നത് നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് ഡയറ്ററി ഫുഡിൽ നിന്ന് പ്രോട്ടീൻ കിട്ടും. പ്രോട്ടീന് നമ്മുടെ ബോഡിയിൽ വെച്ച് മെറ്റബോളിസം നടന്നതിൻ്റെ ഫലമായിട്ട് ഡൈജസ്റ്റ് ചെയ്തിട്ട് സ്മോളർ മോളിക്യൂൾസ് ആയിട്ട് മാറുന്നുണ്ട് അല്ലേ? ആണല്ലോ.
അപ്പോൾ പ്രോട്ടീൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് അമിനോ ആസിഡ്സ് ആണ്. അപ്പോൾ നമ്മൾ ഡയറ്ററി പ്രോട്ടീൻ കിട്ടിയിട്ടുള്ള പ്രോട്ടീനിന് ബ്രേക്ക് ഡൗൺ സംഭവിച്ചിട്ട് എന്തായിട്ട് മാറും? ഫിനൈൽ അനാലിൻ എന്ന് പറയുന്ന അമിനോ ആസിഡായിട്ട് മാറും. അതത്ര യൂസ്ഫുൾ അമിനോ ആസിഡ് അല്ല. ഈ ഫിനൈൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്ന എന്തിനെയാണ് അമിനോ ആസിഡ്സിനെ അപ്പം തന്നെ ബ്രേക്ക് ചെയ്തിട്ട് അതെന്തായിട്ട് മാറും? ഫിനൈൽ അലാനിൻ എന്ന് പറയുന്ന, അതായത് ഡയറ്ററി ഫുഡിൽ നിന്ന് കിട്ടുന്ന അമിനോ ആസിഡാണ് ഫിനൈൽ അനാലിൻ. ആ ഫിനൈൽ അനാലിൻ അപ്പം തന്നെ അതിന് എന്ത് സംഭവിക്കും? ഫിനൈൽ അനാലിന് ബ്രേക്ക് ഡൗൺ സംഭവിച്ചിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അമിനോ ആസിഡായിട്ട് മാറും തൈറോസിൻ. ഓക്കെ, അപ്പോൾ ഫിനൈൽ അനാലിനെ യൂസ്ഫുൾ തൈറോസിനായിട്ട് മാറ്റാൻ സഹായിക്കുന്ന എൻസൈം ഉണ്ട്, ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ഈ ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈം ഈ അബ്നോർമലായിട്ടുള്ള നമ്മുടെ സിക്കിൾ സെൽ അനീമിക് ആയിട്ടുള്ള ജീൻ ഉള്ളവരിൽ, ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ ഉള്ളവരിൽ ഈ ഫിനൈൽ അനാലിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനെ എന്ത് സംഭവിക്കുന്നു? ഓക്കെ, മനസ്സിലായോ? ഫിനൈൽ അനാലിൻ മ്യൂട്ടേഷൻ സംഭവിക്കുന്നു. ഈ മ്യൂട്ടേഷൻ സംഭവിച്ചതിൻ്റെ ഫലമായിട്ട് ഫിനൈൽ അനാലിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇൻസ്റ്റെഡ് ഓഫ് അതിൻ്റെ ഫലമായിട്ട് ഫിനൈൽ അനാലിൻ ഈസ് കൺവെർട്ടഡ് ഇൻ ടു ഫിനൈൽ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഫിനൈൽ പൈറുവിക് ആസിഡായിട്ട് മാറുന്നു, വിച്ച് ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ ദ ബോഡി. എന്നിട്ട് എന്തുണ്ടാവും? ആൻഡ് ബ്ലഡ് and brain and accumulated in the brain, and which causes mental retardation. And other side effects are എന്താണ്? മെൻ്റൽ റിട്ടാർഡേഷൻ സംഭവിക്കും. അതർ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? മെൻ്റൽ റിട്ടാർഡേഷൻ ഉണ്ട് ഒന്ന്, രണ്ടാമത്തേത് പിഗ്മെൻറ്റേഷൻ, മൂന്നാമത്തേത് ഹെയർ ഫോൾ. ഇതൊക്കെ സൈഡ് എഫക്ട്സ് ഓഫ്. അപ്പോൾ ഈ ഫിനൈൽകീറ്റോനൂറിയ, സിക്കിൾ സെൽ അനീമിയ തന്നെ നമ്മൾ വേറൊരിടത്ത് പഠിച്ചിട്ടുണ്ട് കേട്ടോ. എവിടെയാണ് പഠിച്ചത്? ഫിനൈൽകീറ്റോനൂറിയ എവിടെയാണ് പഠിച്ചത്? നമ്മൾ പോയിൻ്റ് മ്യൂട്ടേഷൻ പഠിച്ചപ്പോൾ സിക്കിൾ സെൽ അനീമിയ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഫിനൈൽകീറ്റോനൂറിയ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഫിനൈൽകീറ്റോനൂറിയ എന്ന് പറയുന്നത് എന്താണെന്ന് ഒന്നുകൂടെ പറയാം. From dietary protein we get the dietary protein is converted into first phenylalanine. Phenylalanine is again immediately converted into എന്തായിട്ട് മാറും? തൈറോസിൻ in normal person. But in affected person, autosomal recessive ആയിട്ടുള്ള affected ആയിട്ടുള്ള പേഴ്സണിൽ എന്ത് സംഭവിക്കും? ഫിനൈലനാലിനെ തൈറോസിൻ എന്നുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്ന ഒരു എൻസൈം ഉണ്ട്, ഫിനൈൽ അനാലിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈം. ഈ എൻസൈമിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യും ഡ്യൂ ടു ദ മ്യൂട്ടേഷൻ. ഓക്കെ, ഫിനൈൽ അനാലിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രൊഡക്ഷൻ സഹായിക്കുന്ന ജീനിന് മ്യൂട്ടേഷൻ സംഭവിക്കും. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ഫിനൈൽ അലാനിൻ ഈസ് നോട്ട് കൺവേർട്ടഡ് ഇൻ ടു എന്തായിട്ട് മാറുന്നില്ല? തൈറോസിൻ. ഇൻസ്റ്റെഡ് ഓഫ് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു എ ടോക്സിക് സബ്സ്റ്റൻസ് phenyl pyruvic acid. Okay, phenyl pyruvic acid. This phenyl pyruvic acid is accumulated in our brain, and which causes mental retardation, hair fall, pigmentation, etc. So it is also an example for pleiotropism, and also ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ പ്ലയോട്രോപ്പിസത്തിൻ്റെ അവിടെയും പോയിൻ്റ് മ്യൂട്ടേഷത്തിൻ്റെ അവിടെ നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സിക്കിൾ സെൽ അനീമിയ ആൻഡ് ഫിനൈൽകീറ്റോനൂറിയൻ്റെ കാര്യങ്ങൾ. ഓക്കെ, ക്ലിയർ? അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ഫിനൈൽകീറ്റോനൂറിയ. അപ്പോൾ ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡേഴ്സിൽ 2 എണ്ണം പഠിച്ചു. ഏതൊക്കെയാണ്? ഫിനൈൽകീറ്റോനൂറിയ ആൻഡ് സിക്കിൾ സെൽ അനീമിയ. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദി തലാസീമിയ. തേർഡ് ഡിസോർഡറാണ്, അതും എഗെയിൻ ഓട്ടോസോമൽ ഡോമിനൻ്റ് ഡിസോർഡേഴ്സ്. തലാസീമിയ. എന്താണ് തലാസീമിയ? ഓക്കെ, തലാസീമിയനും എന്ന് പറയുന്നതും HBനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്, ഹീമോഗ്ലോബിനെ. ഓക്കെ, നമുക്കറിയാം ഹീമോഗ്ലോബിൻ ഈസ് എ ക്വാട്ടേണറി പ്രോട്ടീൻ വിച്ച് ഹാവ് 2 alpha globin ആൻഡ് 2 beta globin ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്കറിയാം നോർമൽ എപ്പോഴാണ് ഈ അസുഖം ഉണ്ടാവുക? ക്യാരിയർ ആയിട്ടുള്ള മദറും
കാരിയർ ആയിട്ടുള്ള മദറും കാരിയർ ആയിട്ടുള്ള ഫാദറും തമ്മിലുള്ള മാരേജ് അല്ലേ, അപ്പോഴാണ് ഹീമോഫീലിയ ഉണ്ടാവുക. രണ്ടുപേരും കാരിയർ ആയിരുന്നാലാണ് ഹീമോഫീലിയ ഉണ്ടാവുക. നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻസ് ഒക്കെ തന്നെ കേട്ടോ. അപ്പോൾ ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം അൺഅഫക്റ്റഡ് കാരിയർ പാരൻസ്, അതായത് കാരിയർ ആയിട്ടുള്ള പാരൻസിൽ നിന്നാണ്. ഇത് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? കാരിയർ പാരൻറ്റിൽസിൽ നിന്ന് അല്ലേ. കാരിയർ പാരൻസ് എന്ന് പറഞ്ഞാൽ ഹെട്രോസൈഗസ് പാരൻറ്റിൽ നിന്നാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇതും മ്യൂട്ടേഷൻ ഓർ ഡെലീഷൻ മൂലമാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി പറയാം. 2 ടൈപ്പ് തലാസീമിയ ഉണ്ട്, ആൽഫ തലാസീമിയ ആൻഡ് ബീറ്റ തലാസീമിയ. ഓക്കെ, ആൽഫ തലാസീമിയ ആൻഡ് ബീറ്റ തലാസീമിയ എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് തലാസീമിയ ഉണ്ട്. ആൽഫ തലാസീമിയൻ്റെ പ്രത്യേകത എന്താണ്? ഓക്കെ, ആൽഫ തലാസീമിയ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ആൽഫ ഗ്ലോബിൻ. ആൽഫ ഗ്ലോബിൻ്റെ പ്രൊഡക്ഷനെ സഹായിക്കുന്നതാണ് ആൽഫ തലാസീമിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ സഹായിക്കുന്ന ആൽഫ തലാസീമിയ ബീറ്റ ഗ്ലോബിൻ പ്രൊഡക്ഷനെ സഹായിക്കുന്ന 2 ജീനുകളാണ് 16ാമത്തെ ക്രോമസോമിൽ കാണപ്പെടുന്ന ആരൊക്കെ? ആൽഫ ഗ്ലോബിൻ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്ന 2 ജീനുകളാണ് HbA1 ആൻഡ് HbA2. ഓക്കെ, ഏതൊക്കെയാണ്? HbA1 ആൻഡ് HbA2. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ എന്താണ് ആൽഫ തലാസീമിയയിൽ ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡറാണ്. ഈ അസുഖമുള്ളവരിൽ, ഈ ഡിസോർഡേഴ്സ് ഉള്ളവരിൽ എന്താ പ്രത്യേകത? 2 ഗ്ലോബിൻ ചെയിൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ പ്രൊഡക്ഷൻ അല്ലേ. 2 ഗ്ലോബിൻ ചെയിനാണ് ഇതിൽ വേണ്ടത്. ഈ ഗ്ലോബിൻ ചെയിൻ്റെ പ്രൊഡക്ഷൻ അബ്നോർമൽ ആവുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവും? ആൽഫ ഗ്ലോബിൻ ചെയിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു അല്ലേ. കുറഞ്ഞ എന്താ? ക്വാളിറ്റി കുറയും. അപ്പോൾ എന്തുണ്ടാവും? ആൽഫ തലാസീമിയ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ആൽഫ തലാസീമിയനെ കൺട്രോൾ ചെയ്യുന്ന 2 ജീൻസ് എവിടെയൊക്കെയാണ്? HbA1 HbA2 എന്ന് പറയുന്ന 16ാമത്തെ ക്രോമസോമിലുള്ള, ഏത് ക്രോമസോമിലാണ്? 16ാമത്തെ ക്രോമസോമിലുള്ള 2 ജീനുകൾ HbA1 ആൻഡ് HbA2 എന്ന് പറയുന്ന ഈ 2 സെറ്റ് ആൾക്കാരാണ് ക്രോമസോം, ഈ 16ാമത്തെ ക്രോമസോമിൽ ഇവരാണ് ആൽഫ ഗ്ലോബിൻ്റെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ആൽഫ ഗ്ലോബിൻ്റെ പ്രൊഡക്ഷനെ ആൻഡ് ബീറ്റ ഗ്ലോബിൻ്റെ പ്രൊഡക്ഷനും കൺട്രോൾ ചെയ്യുന്നത് ഇവരാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ HbA1 HbA2 എന്ന് പറയുന്ന ജീനുകൾക്ക് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് അല്ലെങ്കിൽ ഡെലീഷൻ സംഭവിക്കും. അപ്പോൾ അത് നോർമലി ഫങ്ഷൻ ചെയ്യാണ്ടാവുമ്പോഴാണ് ഈ അസുഖം വരുന്നത്. ഓക്കെ, അപ്പോൾ എത്ര ജീൻ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ? 2 എഫക്റ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിനനുസരിച്ചുള്ള ആൽഫ ഗ്ലോബിൻ കേടാവും. എത്ര ജീന് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചായിട്ടായിരിക്കും ആൽഫ ഗ്ലോബിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ പറഞ്ഞത്? ആൽഫ തലാസീമിയൻ്റെ പ്രൊഡക്ഷന് സഹായിക്കുന്ന ഇത് ആരാണ്? HB അല്ലേ. HB ക്വാട്ടർണറി പ്രോട്ടീൻ ആൽഫ ഗ്ലോബിൻ ഉണ്ട്, ബീറ്റ ഗ്ലോബിൻ ഉണ്ട്. ആൽഫ ഗ്ലോബിൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ എന്തിനു വേണ്ടിയിട്ടാണ്? ആൽഫ ഗ്ലോബിൻ എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ്റെ ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ആൽഫ ഗ്ലോബിൻ്റെ എണ്ണം കുറയുമ്പോൾ ക്വാണ്ടിറ്റി കുറയും. ഓക്കെ, അപ്പോൾ ആൽഫ ഗ്ലോബിനിലെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്ന ജീനുകളാണ് 16th ക്രോമസോമിലുള്ള HbA1 ആൻഡ് HbA2 പെയർ. ഇത് എഫക്റ്റഡ് ആവും. ഇതിൻ്റെ ഫലമായിട്ട് ആൽഫ ഗ്ലോബിൻ പ്രൊഡക്ഷൻ കുറയും. ഹീമോഫീലിയയിൽ നമ്മൾ പറഞ്ഞു സിക്കിൾ സെൽ അനീമിയൻ്റെ എന്തുണ്ടാവുക? ഇവിടെ എന്തുണ്ടാവുക? ക്വാളിറ്റേറ്റീവ് ആണോ ക്വാണ്ടിറ്റേറ്റീവ് ആണോ? അളവിലാണ് കുറയുന്നത് അല്ലേ. തലാസീമിയ ഇപ്പോൾ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ക്വാണ്ടിറ്റേറ്റീവ് ഡിസോർഡർ. ആൻഡ് മറ്റൊരിടത്ത് ക്വാളിറ്റി ഹീമോഗ്ലോബിൻ്റെ ക്വാളിറ്റി കുറഞ്ഞത് സിക്കിൾ സെല്ലായിട്ട് മാറുന്നു. സോ അതെന്താണ്? ക്വാളിറ്റേറ്റീവ് മെൻഡേലിയൻ ഡിസോർഡറാണ്. ഓക്കെ, ക്വാളിറ്റേറ്റീവ് മെൻഡേലിയൻ ഡിസോർഡർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ക്വാളിറ്റീനെ ബാധിക്കുന്നത് ഹീമോഫീലിയ. ക്വാണ്ടിറ്റേറ്റീവ്
മെൻഡേലിയൻ ഡിസോർഡർ ഏതാണെന്ന് ചോദിച്ചാൽ ക്വാണ്ടിറ്റീനെ ബാധിക്കുന്ന ഡിസോർഡറാണ് തലാസീമിയ. ആൽഫ ഗ്ലോബിൻ പ്രൊഡക്ഷൻ ആൻഡ് ബീറ്റ ഗ്ലോബിൻ. ഇവിടെ 16ാമത്തെ ക്രോമസോമിൽ 3. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ആൽഫ ഗ്ലോബിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നത്, കൂട്ടുന്നതും കൺട്രോൾ ചെയ്യുന്നത് 16ാമത്തെ ക്രോമസോമിലുള്ള 2 സെറ്റ് HbA1 HbA2 എന്ന പെയർ ഓഫ് ക്രോമസോംസ് ആണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ, ഇതിന് മ്യൂട്ടേഷൻ സംഭവിച്ച് എത്ര എണ്ണത്തിൻ്റെ ഒരെണ്ണാണെങ്കിൽ പ്രൊഡക്ഷൻ കുറയുന്നു, 2 എണ്ണമാണെങ്കിൽ ആൽഫ ഗ്ലോബിൻ പ്രൊഡക്ഷൻ ഒന്നുകൂടെ കുറയുന്നു. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ഗ്ലോബിൻ പ്രൊഡക്ഷൻ. അപ്പോൾ ക്വാണ്ടിറ്റി കുറയുന്നത് കൊണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ഡിസോർഡറായിട്ട് ഇത് കണക്കാക്കാം. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതാണ് അതിൻ്റെ സിംറ്റംസ്. ഇത് ദ മോർ ജീൻസ്, കുറേ ജീൻസ് എഫക്റ്റ് ചെയ്യും ചോറും ഗ്ലോബിൻ്റെ മോളിക്യൂളിൻ്റെ പ്രൊഡക്ഷൻ കുറയും. ഓക്കെ, ഇനി നമ്മളിതാണ് മെൻ്റൽ റിട്ടാർഡേഷൻ, പ്രൊട്രൂഡഡ് ഐസ് ഒക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ്. ഓക്കെ, ഇനി ബീറ്റ തലാസീമിയ എന്ന് പറയുന്നത് 11ാമത്തെ ക്രോമസോം. 11ാമത്തെ ക്രോമസോമിലും 2 ജീൻസ് ഉണ്ട്, HBBB, HBBB. ഓക്കെ, 11ാമത്തെ ക്രോമസോമിൽ ബീറ്റ ഗ്ലോബിൻ്റെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്ന ജീനുകളാണ് ഏതൊക്കെയാണ് ജീനുകൾ? ബീറ്റ ഗ്ലോബിൻ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്ന ജീനുകളാണ് ക്രോമസോം 11-ലുള്ളത്. ഓക്കെ, അതിന് പോയിന്റ് മ്യൂട്ടേഷൻ സംഭവിക്കുകയോ ഡെലീഷനോ ഒക്കെ സംഭവിച്ചാൽ എന്തുണ്ടാവും? അതിൻ്റെ പ്രൊഡക്ഷൻ കുറയും. അങ്ങനെ ബീറ്റ തലാസീമിയ എന്ന് പറയുന്ന ഡിസോർഡർ വരും. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദി മെൻഡേലിയൻ ഡിസോർഡേഴ്സ്. ഓക്കെ, ബൈ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഏത് പഠിക്കാം? ക്രോമസോമൽ ഡിസോർഡേഴ്സ് പഠിക്കാം അല്ലേ? ക്രോമസോമൽ ഡിസോർഡേഴ്സ് ഇപ്പോൾ തന്നെ പഠിക്കണോ? വളരെ സിമ്പിളായിട്ടേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. എന്താണ് ക്രോമസോമൽ ഡിസോർഡേഴ്സ് എന്ന് പറയാം അല്ലേ? ക്രോമസോമൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രോമസോമൽ ഡിസോർഡേഴ്സ് ആർ കോസ് ഡ്യൂ ടു ദ ആബ്സെൻസ്, ഡെലീഷൻ, എക്സസ് ഓഫ് 1 or more ക്രോമസോംസ്. എന്താണ് ക്രോമസോമൽ ഡിസോർഡേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. 2 ടൈപ്പ് ക്രോമസോമൽ ഡിസോർഡേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? അന്യൂപ്ലോയിഡി ആൻഡ് പോളിപ്ലോയിഡി. ഓക്കെ, പോളിപ്ലോയിഡി. അന്യൂപ്ലോയിഡി എന്ന് പറയുന്നതാണ് ഒരു ക്രോമസോം പ്ലസ് ആവുക, ഒരു ക്രോമസോം കുറയുക, അല്ലെങ്കിൽ ഒന്ന് പോയിട്ട് ഒന്ന് വരിക, പക്ഷേ പെർമനൻ്റ് ആയിരിക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതാണ് അന്യൂപ്ലോയിഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അന്യൂപ്ലോയിഡ്. അപ്പോൾ എന്താണ് ക്രോമസോമൽ ഡിസോർഡേഴ്സ് ആർ കോസ് ഡ്യൂ ടു ദ ആബ്സെൻസ് ഓർ എക്സസ് ഓഫ് ഓർ അബ്നോർമൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ക്രോമസോംസ് ആണ്. ഓക്കെ, ഇനി അന്യൂപ്ലോയിഡ് എന്നാൽ എന്താ? ഇറ്റ് ഈസ് ദ അന്യൂപ്ലോയിഡി ആണ് നമ്മൾ പറയുന്നത്. അന്യൂപ്ലോയിഡി ഈസ് ദ ഗെയിൻ, നേട്ടം അല്ലെങ്കിൽ ലോസ് ഓഫ് ക്രോമസോംസ്. Gain or loss of chromosomes. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അന്യൂപ്ലോയിഡിലേക്ക് പോകുന്നു. ഇറ്റ് ഈസ് കോസ് ഡ്യൂ ടു ദ ഗെയിൻ ഓർ ലോസ് ഓഫ് ക്രോമസോംസ് എന്ന് പറഞ്ഞല്ലോ. ഈ ഗെയിൻ, ഒരു ക്രോമസോം കൂടാനും കുറയാനൊക്കെ കാരണം എന്താ? ഫെയിലിയർ സംഭവിക്കാനുള്ള കാരണം ഫെയിലിയർ ഓഫ് സെഗ്രിഗേഷൻ ഓഫ് ക്രോമാറ്റിഡ്സ്, ഫെയിലിയർ ഓഫ് സെഗ്രിഗേഷൻ during chromatic segregation during cell division. It is the എന്താണ്? അന്യൂപ്ലോയിഡി is the gain or loss of chromosomes or failure of which is caused due to the failure of segregation leaving cell cycle. ഫെയിലിയർ എന്താണ്? അതായത് ഫെയിലിയർ ഓഫ് സെഗ്രിഗേഷൻ, ഗ്യാമേറ്റ്സ് സെഗ്രിഗേറ്റ് ചെയ്യുന്നതിൽ ഫെയിലിയർ ആവുന്നതുകൊണ്ട് സംഭവിക്കുന്നതെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അന്യൂപ്ലോയിഡ് ഈസ് ദ ഗെയിൻ ഓർ ലോസ് ഓഫ് ക്രോമസോംസ് വിച്ച് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ എന്തുകൊണ്ടാണ്? ഫെയിലിയർ ഓഫ് സെഗ്രിഗേഷൻ ഡ്യൂറിങ് ഗ്യാമേറ്റ് ഫോർമേഷൻ ഡ്യൂറിങ് സെൽ ഡിവിഷൻ അല്ലെങ്കിൽ ആഫ്റ്റർ മൈറ്റോസിസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത്
ഒരു ക്രോമസോം നമ്മുടെ 46 ക്രോമസോമാണ് ഉള്ളത് നോർമൽ. അതിൻ്റെ കൂടെ ഒന്ന് കൂടിയ 2+1 3 എന്ന് ഓർക്കുക, ട്രൈസോമിയാണ്. 2n+2 കൂടിയ അപ്പോൾ എത്രയായിരിക്കും? ടെട്രാസോമി ആയിരിക്കും. 2n-2 കൂടിയ അത് നള്ളിസോമി ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ട്രൈസോമി. ഈ ട്രൈസോമിന് 2 വിധത്തിൽ പറയാം. ഓട്ടോസോമൽ ട്രൈസോമി, ഓക്കെ. അപ്പോൾ 2n+1 കണ്ടീഷൻ ഒന്ന് കൂടിയാൽ ട്രൈസോമി, 2n+2 2 കൂടിയാൽ ടെട്രാസോമി, 2n-2 നള്ളിസോമി. ഓട്ടോസോമൽ ട്രൈസോമി ഉണ്ട്, സെക്സ് ക്രോമസോമൽ ട്രൈസോമി ഉണ്ട്. ഓക്കെ, ഓട്ടോസോമൽ ട്രൈസോമി എന്ന് പറഞ്ഞാൽ ഓട്ടോസോമി എത്ര ഉണ്ട്? 44 അല്ലേ, അതിൻ്റെ +1 ഏതെങ്കിലും പേരിൻ്റെ കൂടെ 1 or 2 കൂടാ. 1 കൂടിയാൽ ഓട്ടോസോമൽ ട്രൈസോമി. അപ്പോൾ എത്രയാവും? 45 + XX or XY ആവും അല്ലേ, അപ്പോൾ 47 ക്രോമസോം ആവും. ഇതാണ് കണ്ടീഷൻ. ഓക്കെ, ഇനി എന്താണ് ഡൗൺ സിൻഡ്രോം ഉള്ള ഓട്ടോസോമൽ? അതായത് നമ്മൾ പഠിക്കാൻ പോകുന്ന എക്സാമ്പിൾ, ഫസ്റ്റ് എക്സാമ്പിൾ, ഡിസോർഡറിൻ്റെ എക്സാമ്പിൾ ഡൗൺ സിൻഡ്രോം ആണ്. ഡൗൺ സിൻഡ്രോം. ഈ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് ഓട്ടോസോമൽ ഡിസോർഡറാണ്. ഓട്ടോസോമൽ ഡിസോർഡറാണ്. എന്താ ഈ കൊച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 21st ട്രൈസോമി എന്നാണ് പറയുക. 21st ട്രൈസോമി എന്നാണ് ഈ ഡിസോർഡർ പറയുക. വെരി 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 ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്ന് വെച്ചാൽ 21st XX ക്രോമസോമിൻ്റെ അല്ലേ, 21st ക്രോമസോമിൻ്റെ കൂടെ ഒന്ന് കൂടാ. അപ്പോൾ എന്താണ് 21ാമത്തെ ക്രോമസോമിൻ്റെ കൂടെ ഒന്ന് കൂടിയിട്ട് ഉണ്ടാവുന്ന കണ്ടീഷൻ. അപ്പോൾ എത്രയാവും? 46 എന്നുള്ളത് 47 ആവും. അപ്പോൾ ഒന്ന് നോക്കുക, എങ്ങനെ എഴുതും? 2n+1 ആണ്, അതിന് കൂടെ എന്താണ് ഒന്ന് കൂടുന്നു അല്ലേ, ഏതോ ഒരു ഓട്ടോസോമിൻ്റെ കൂടെ ഒന്ന് കൂടുന്നു. അതാണ് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇനി ഡൗൺ സിൻഡ്രോം ഉള്ള ഒരു കൊച്ചിൻ്റെ ജനറ്റിക് കോമ്പോസിഷൻ എങ്ങനെയായിരിക്കും? 45A+XX ഓർ ഇത് ഫീമെയിലായിരിക്കാം, 45A+ XX മെയിൽ. ഓക്കെ, ക്ലിയർ. ഇനി ഡൗൺ സിൻഡ്രോമിൻ്റെ കുട്ടികളുടെ ഫീച്ചേഴ്സാണ് എല്ലാവർക്കും അറിയാം, ടെക്സ്റ്റിലുണ്ട്. ഷോർട്ട് സ്റ്റാച്ചർ ആയിരിക്കും, ഭയങ്കര ഷോർട്ടായിരിക്കും. സ്മോൾ റൗണ്ട്, കുഞ്ഞ ഒരു ഉരുണ്ട തല ഉണ്ടായിരിക്കും. ബ്രോഡ്, നല്ല ഫേസൊക്കെ ഭയങ്കര പരന്നിരിക്കും. നേസൽ ബോണീസ് ഭയങ്കര സ്മോളായിരിക്കും. പിന്നെ എപ്പോഴും ബിഗ് ടങ്, വലിയ വായ ഉണ്ടാവും, അതിങ്ങനെ പുറത്തേക്കിടും. പിന്നെ ബ്രോഡ് പാം വിത്ത് ക്യാരക്ടറിസ്റ്റിക് പാം സിമിയൻ ക്രീസ്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഡൗൺ സിൻഡ്രോം ഉള്ള ആളുകളുടെ ഫീച്ചേഴ്സ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്ലയൻഫെൽട്ടേഴ്സ് സിൻഡ്രോം. ക്ലയൻഫെൽട്ടേഴ്സ് സിൻഡ്രോം കോഡ് KM രതീഷ്, K4 ക്ലയൻഫെൽട്ടേഴ്സ്, M4 മെയിൽ. ഓക്കെ, ക്ലയൻഫെൽട്ടേഴ്സ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണയായിട്ട് മെയിലിൽ സാധാരണയായിട്ട് എന്തുണ്ടാവുക? സാധാരണയായി മെയിലിൽ 46 ക്രോമസോം. എങ്ങനെയാണ് അറിഞ്ഞിരിക്കുന്നത്? 22 ഓട്ടോസോം +XY ക്രോമസോം അല്ലേ. ഇപ്പം ഇനി എന്താ ചെയ്യുക? ഇവർക്ക് ഇതാണ് ഇവരുടെ കണ്ടീഷൻ. ഈ 22 ഓട്ടോസോമിൻ്റെ കൂടെ 22 ഓട്ടോസോംസ് സെക്സ് ക്രോമസോം ഉണ്ട് XY അല്ലേ, അതിൻ്റെ കൂടെ ഒരു X ക്രോമസോം കൂടി വരുന്നു എക്സ്ട്രാ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ എത്രയായി? സെക്സ് ക്രോമസോമൽ. ഇതിനെന്ത് പറയും? സെക്സ് ക്രോമസോമൽ ഒന്ന് കൂടുന്നത് ട്രൈസോമി ആണെന്ന് മനസ്സിലായി അല്ലേ. ഓക്കെ, ഇതെങ്ങനെ എഴുതും? ട്രൈസോമിയാണ്, സെക്സ് ക്രോമസോമൽ ട്രൈസോമിയാണ് ഇത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഇതിൽ XXY എന്ന് പറയുമ്പോൾ X എന്ന് പറയുന്നത് നമുക്കറിയാം ഫീമെയിലുള്ളതാണ്, 2X ഫെമിനിൻ ക്യാരക്ടർ കൂടും അല്ലേ. അപ്പോൾ ഇതിൽ ഒരു എക്സ്ട്രാ X ക്യാരക്ടറും കൂടി വന്നതുകൊണ്ട് ഇയാൾ ഫെമിനൈൻ ക്യാരക്ടേഴ്സ്, ബോയ്സിൻ്റെയൊക്കെ ഫെമിനൈൻ ക്യാരക്ടേഴ്സ്, ഇയാളെ ബോഡിയിൽ ഫെമിനൈൻ ക്യാരക്ടേഴ്സ് തുടങ്ങും. അപ്പോൾ പുരുഷന്മാരിൽ സ്ത്രീ സ്വഭാവം ഉണ്ടാവും. ഓക്കെ, ആ ഒരു ടേം വെച്ചിട്ട് ദിസ് ഡിസോർഡർ ഈസ് ഓൾസോ നോൺ ആസ് ഗൈനക്കോമാസ്റ്റിയ. കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നത് പുരുഷന്മാരിലെ സ്ത്രൈണ സ്വഭാവമാണ്. ഓക്കെ, ഇവിടെ ഈ ഇങ്ങനെയുള്ള പേഷ്യൻറ്റിന് ഓവറോൾ മസ്കുലാർ ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും.
പക്ഷേ ഫെമിനൈൻ ഡെവലപ്മെൻറ്റും ഉണ്ടായിരിക്കും. അതായത് ബ്രസ്റ്റ് പോലുള്ള ഫെമിനൈൻ ഗ്രോത്ത് ക്യാരക്ടേഴ്സും ഉണ്ടായിരിക്കും. സോ ഇറ്റ് ഈസ് നോൺ ആസ്, അതെന്തുകൊണ്ട് ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നു. ഓക്കെ, ഇങ്ങനെയുള്ളവർ മെൻ്റലി റിട്ടാർഡഡ് ആയിരിക്കും. അവരുടെ ടെസ്റ്റിസ് ഭയങ്കര സ്മോൾ ആയിരിക്കും, റുഡിമെൻ്ററി ആയിരിക്കും. കുട്ടികളുണ്ടാവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയാണ് നമ്മുടെ ഏതസുഖം, സെക്സ് ക്രോമസോമൽ ട്രൈസോമി ആയിട്ടുള്ള ക്ലൈൻഫെൽട്ടേഴ്സ്. ഇനി ലാസ്റ്റ് ക്രോമസോമൽ ഡിസോർഡറാണ് ടെർണേഴ്സ് സിൻഡ്രോം. അപ്പോൾ ക്ലൈൻഫെൽട്ടേഴ്സ് സിൻഡ്രോം ആരെയാണ് ബാധിക്കുക? മെയിലിനെ. KM രതീഷ്, KM അരുൺ. ഓക്കെ, സീനിയർ വക്കീൽ, സീനിയർ ലോയർ KM രതീഷ് എന്ന് ആലോചിക്കുക കേട്ടോ. K4 മെയിൽ. അതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ മാറിപ്പോകാതിരിക്കേണ്ടതാണ്. എത്ര പഠിച്ചാലും ടെർണേഴ്സ് സിൻഡ്രോത്തിൽ എഴുതി വയ്ക്കും. ഓക്കെ, ഇനി ടെർണേഴ്സ് സിൻഡ്രോം ആരെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? ഫിമെയിലിനെയാണ്. അതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് സാധാരണ XX ക്രോമസോമ ഉണ്ടാവുക അല്ലേ, സെക്സ് ക്രോമസോമിൽ. അതിന് പകരം ഒരു എക്സ് ഡിലീറ്റ് ചെയ്ത് പോകും, ഒരു എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരിൽ സ്റ്റെറൈലായിരിക്കും, ഫെമിനിൻ ക്യാരക്ടേഴ്സ്, ഹെയർ ഗ്രോത്ത്, ഓക്കെ, എന്തൊക്കെയായിരിക്കും? സ്റ്റെറൈൽ. പിന്നെ ഓവറി ഭയങ്കര റുഡിമെൻ്ററി, യൂട്രസ് ഒക്കെ ചെറുതായിരിക്കും. ഇതാണ് ഇത്തരക്കാരുടെ പ്രശ്നം. ഓക്കെ, അപ്പോൾ ഇതാരെ ബാധിക്കുക? അപ്പോൾ ആ കണ്ടീഷൻ എങ്ങനെ ഇതും 44 പ്ലസ് X0 കണ്ടീഷൻ. 45 ക്രോമസോംസേ ഇവരിലുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവരുടെ പ്രത്യേകത സ്റ്റെറൈൽ ഓവറീസ് ആയിരിക്കും, റുഡിമെൻ്ററി ഓവറി ആയിരിക്കും, സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് അതൊക്കെ ഉണ്ടാവില്ല. നെക്സ്റ്റ് ഡ്വാർഫ് ആയിരിക്കും. നെക്സ്റ്റ് മെൻ്റലി റിട്ടാർഡഡ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ദാറ്റ്സ് ഓൾ അബൌട്ട് ദി പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്നുള്ള നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീരാണ്. എല്ലാ ടോപ്പിക്കും കവർ ചെയ്തു, എല്ലാതും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. മെസ്സേജായിട്ട്, പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ കമൻ്റായിട്ടോ ഇടാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.